സെക്കൻഡ് പാർട്ട് ലൈവ് വന്നിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് അങ്ങനെ ആകുമോ? വന്നിരുന്നോ? എളുപ്പമായിരുന്നു എക്സാം? ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് അല്ലായിരുന്നു നിങ്ങൾക്ക്? മാത്സ് ആയിരുന്നോ മക്കളെ? ഓക്കെ, അപ്പൊ ലൈവില് യൂട്യൂബ് നമ്മുടെ ലിങ്ക് യൂട്യൂബിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. യൂട്യൂബ് ചാനൽ വഴി പോകുന്നുണ്ട്. ഒപ്പം നമ്മുടെ മക്കളും എന്തെങ്കിലും ഇനി ഈ ക്ലാസ് വീണ്ടും കാണണം എന്നുള്ളവർക്ക് യു ക്യാൻ വിസിറ്റ് ഓവർ ദിയർ. ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും സുഖമാണോ? ഹാപ്പി ആണോ? എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് കുഴപ്പമില്ലായിരുന്നു പറയരുത്. ഒന്നെങ്കിൽ എളുപ്പമായിരുന്നു അല്ലെങ്കിൽ പാടായിരുന്നു. ഇതിൽ ഏതെങ്കിലും ഇച്ചിരി പാടായിരുന്നു എന്ന് പറയുന്നുണ്ട്. യെസ്, കുഴപ്പമില്ല, നമുക്ക് ചിലപ്പോൾ മാർക്ക് കിട്ടുമായിരിക്കും. നോക്കാം അല്ലെ, സെറ്റ് ആയിരിക്കും. സുഖമാണെന്ന് പറയുന്നുണ്ട് അഭിരാമി. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പൊ നാളെ നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ആണ്. കൃത്യം രാവിലെ തുടങ്ങും. ഈ ലൈവ് നമുക്ക് 1.5 മണിക്കൂറായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ചിലപ്പോൾ കുറച്ച് നേരം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ തീരുന്ന പോലെ നമ്മൾ ഓൾറെഡി 4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത്, സൗണ്ട് പോയോ? എന്നെ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല പറയണ്ടല്ലോ കുറച്ചു പേര്. ഓക്കെ അല്ലേ? കേൾക്കുന്നില്ല അല്ലേ? ഇപ്പൊ കേൾക്കൂട്ടോ. 1 സെക്കൻഡ്. ഹലോ, ഇപ്പൊ കേക്കാവോ? ഓക്കെ, അപ്പോഴേ എന്താണ്, യെസ്, അപ്പൊ നമ്മള് എന്താണ് സെക്കൻഡ് ക്ലാസ്സിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് പാർട്ട് 2 ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം നാളെ രാവിലെ 10 മണിക്ക് തുടങ്ങി 12:45 വരെയാണ് നമ്മളുടെ എക്സാം വരുന്നത്. ഓർമ്മയുണ്ടല്ലോ? അപ്പൊ ഒരു എക്സാമിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ എന്ന നിലയ്ക്ക് എന്താണ്, പ്രിപ്പറേഷൻ ഇസ് ദ കീ ടു സക്സസ് അല്ലെ? പ്രിപ്പറേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ലൈഫിൽ സക്സീഡ് ചെയ്യിപ്പിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതിന്റെ പാർട്ട് ആയിട്ടാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാവരും സെറ്റ് അല്ലേ? എല്ലാവരും സെറ്റ് ആണെങ്കിൽ ഹാർഡ് വിത്ത് ഫയർ ടു എവ്രി വൺ. എല്ലാവരും സെറ്റ് ആണ്. ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? ചെലവ് ചെയ്യണം അല്ലേ? ചെലവൊക്കെ വഴി ചെയ്യാം കേട്ടോ. ഓക്കെ, ഇന്നത്തെ എക്സാം എളുപ്പമായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്ലാസ് ടീച്ചേഴ്സ് വഴിയായിട്ട് കൊടുക്കണം. എന്നാലല്ലേ നമുക്ക് അറിയുള്ളൂ ഏതൊക്കെ ക്വസ്റ്റ്യൻ എല്ലാം വന്നോ എന്നൊക്കെ അറിയണ്ടേ. ഇന്നത്തെ എക്സാമിന്റെ കമന്റ്സും നിങ്ങളുടെ എന്താണ് റെസ്പോൺസ് ഒക്കെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? ക്ലാസ് ടീച്ചേഴ്സ് അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, സോ സെറ്റ് ആണ്. ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് നിങ്ങളുടെ നോട്ട്ബുക്കും വെള്ളവും അതുപോലെ അടുത്ത് പെട്ടെന്ന് എഴുതി പോവാ. പക്ഷെ നമ്മൾ ഇന്ന് ഇവിടെ എടുക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു പോയ കാര്യങ്ങൾ തന്നെയാണ്. റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. സോ അതിനെപ്പറ്റി ഓർത്ത് ആരും വിഷമിക്കാനൊന്നും നിൽക്കണ്ട. എഴുതിയെടുക്കാൻ പറ്റിയില്ല എങ്കിലും വിഷമിക്കേണ്ട. വി ഹാവ് ദ ലൈവ് ഇസ് ഗോയിങ് ഓൺ. അപ്പൊ ലൈവ് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും റെഫറൻസ് വേണം അല്ലെങ്കിൽ ഈ ക്ലാസ് അത് ഒന്നുകൂടെ കണ്ടാൽ കൊള്ളാം, സ്ലൈഡ്സ് എന്തെങ്കിലും കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് തന്നെ. സെറ്റ് ആണെങ്കിൽ ഒരു തംസ് അപ്പ് തന്നെ മക്കളെ. ഓക്കെ, അപ്പൊ നമ്മള് തുടങ്ങിയാലോ? നമ്മൾ 2 ക്ലാസ് പോയി. കഴിഞ്ഞ ക്ലാസ്സിൽ 4 ചാപ്റ്റേഴ്സ് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരു എക്സാമിലേക്ക് പോകുമ്പോ A+ സ്കോർ ചെയ്യാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യണം? ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. A+ലേക്ക് പോകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണ്ടേ? മക്കളെ ശ്രദ്ധിക്കണ്ടേ? ഒന്നാമത്തെ കാര്യം, എക്സാമിന്റെ ടൈം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. എത്ര സമയമാണ് എക്സാം എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. രണ്ടാമത്തേത്, എക്സാമിന്റെ സിലബസ് എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. ആൻഡ് ഓൾസോ ലാസ്റ്റ് പോർഷൻ എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കണം. അപ്പൊ എന്താണ്, എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം? യെസ്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അപ്പൊ നമ്മളുടെ ഏത് ചാനലിലാണ് നമ്മൾ പോകുന്നത്? നമ്മൾ 90+ മൈ ട്യൂഷൻ ആപ്പ് എന്ന് പറഞ്ഞ ചാനലിൽ ലൈവ് പോകുന്നുണ്ട്. അപ്പൊ അവിടെയും നിങ്ങൾ ഇനി റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ യെസ് 1 സെക്കൻഡ് 90+ മൈ ട്യൂഷൻ ആപ്പ്. ഓക്കെ കേട്ടോ, അതിലാണ് നമ്മൾ ലൈവ് പോയിക്കൊണ്ടിരിക്കണേ. ആഫ്റ്റർ ക്ലാസ് നിങ്ങൾക്ക് റെഫറൻസ് വേണമെങ്കിൽ ചാനലിൽ പോയിട്ട് വീണ്ടും റെഫർ ചെയ്തിരിക്കുക. 90+ മൈ ട്യൂഷൻ ആപ്പില് നമ്മൾ ഓൺ ലൈവ് ആണ്. യു ക്യാൻ ജോയിൻ ദർ. ഓക്കെ, സോ
ഇത്രയും കാര്യങ്ങൾ. എക്സാം ടൈം ഇസ് ഇമ്പോർട്ടന്റ്. 2.5 hours plus 15 minutes ആയിരിക്കും നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം വരുന്നത്. സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്റർ പ്ലസ് എന്തായിരിക്കും മക്കളെ, ചാപ്റ്റർ ഉണ്ട്, കൂടാതെ ഗ്രാമർ പോർഷൻ ആൻഡ് ഡിസ്കോഴ്സസ് വിൽ ബി ദേർ ആൻഡ് ഓൾസോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു എക്സാമിലേക്ക് പോകുമ്പോ 2.5 hours. ഷുഡ് ഐ സ്റ്റോപ്പ്? ഓക്കെ, എന്താണ് 2.5 hours and 15 minutes ആണ്. 2.5 hours എന്തായിരിക്കണം എക്സാം ടൈം ആണ്. 2 മണിക്കൂർ ക്ലാസ്, നമ്മുടെ 2.5 മണിക്കൂർ എക്സാം ടൈമും 15 മിനിറ്റ് ആണ് കൂൾ ഓഫ് ടൈം വരുന്നത്. കൂൾ ഓഫ് ടൈമിന്റെ സമയത്ത് എന്തായിരിക്കണം, കൂൾ ഓഫ് ടൈമിന്റെ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കാം. 15 മിനിറ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ പഠിച്ചത് തന്നെയാണോ എന്നൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് ഇരിക്കാം. ഇനി 6 ചാപ്റ്റേഴ്സ് കൂടാതെ 10% എന്തായിരിക്കും, 10% ഓണം എക്സാം പോർഷനിൽ നിന്നായിരിക്കും വരുന്നുണ്ടാവുക. ഓണം എക്സാം പോർഷനിൽ നിന്നായിരിക്കും നമുക്ക് എന്ത് വരാം, ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കണം. ഓണം എക്സാം പോർഷനിൽ നിന്ന് 10% ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. So can you just give a message? Yes, they can join in the YouTube channel. Okay, so എന്താണ് 10% ആയിരിക്കും ഓണം എക്സാമിന് എന്ത് ചെയ്യുന്നത്, എക്സാമിൽ നിന്ന് നമുക്ക് വരുന്നുണ്ടാവും. അപ്പൊ 9th സ്റ്റുഡൻസിന് ഓൾറെഡി ഇപ്പൊ സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ എന്താ, ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സസും അതിനകത്ത് വരും. 6 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. 6 ചാപ്റ്റേഴ്സിൽ 4 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ലൈക്ക് ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ 10% എവിടെ നിന്ന് വരും, ഓണം എക്സാം പോർഷനിൽ നിന്ന് വരും. അതിനകത്ത് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും കൂടെ നമ്മളൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ക്രിസ്മസ് എക്സാമിന് ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതില് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററും ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററും അതുകൂടാതെ ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സസും നമ്മൾ നോക്കുന്നുണ്ടാവും. ക്ലിയർ അല്ലേ? ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സസും നോക്കുന്നുണ്ടാവും. അതുകൂടാതെ എന്താണ്, ഈ 2 ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ബിക്കോസ് ഈ 2 ചാപ്റ്റർ ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഒത്തിരി വെയിറ്റേജ് കിട്ടുന്ന 2 ചാപ്റ്റർ ആണ്. ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണ് ഈ 2 ചാപ്റ്റർ നമ്മൾ ലൈവ് വന്നേക്കാന്ന് വിചാരിച്ചേ? ഇത് ഒരുപാട് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സോ ആരും എന്ത് ചെയ്യരുത്, ഈ ചാപ്റ്റേഴ്സ് മിസ് ചെയ്യരുത്. ഒപ്പം നമ്മുടെ ഓണം എക്സാം പോർഷൻസും കൂടെ ഒന്ന് നോക്കിയിട്ടുണ്ടാവണം. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ 2.5 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കേണ്ടത്. The best investment I ever made, that is an anecdote. The Ballad of Father Gilligan ഒരു പോമാണ്. Danger of a Single Story എന്ന് പറയുന്നത് ഒരു സ്പീച്ച് ആണ്. സ്കോളർഷിപ്പ് ജാക്കറ്റ് ഇസ് എ ഷോർട്ട് സ്റ്റോറി. പോയിട്രി എന്ന് പറഞ്ഞിട്ട് ഒരു പോം നമുക്കുണ്ട്, പാബ്ലോ നെരൂദയുടെ. നെവർ നെവർ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 1 night പ്ലേ ഉണ്ട്. ഓണം എക്സാം പോർഷൻസ് ആയിട്ടുള്ള യൂണിറ്റ് 1 and 2 നിന്ന് 10% അല്ലെങ്കിൽ 15% വരാറുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്, നമ്മുടെ ലൈവില് ജോയിൻ ചെയ്തത് നിങ്ങളുടെ പേരൊക്കെ കമന്റ് ചെയ്തോളൂ, കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ എന്താ, ഇനി ഡിസ്കോഴ്സസ് ഏതൊക്കെയാണ് നമുക്ക് വരുന്നത്, ഏതൊക്കെയാണ് ഡിസ്കോഴ്സസ് വരുന്നത് എന്ന് ഒന്ന് പറഞ്ഞു പോവാണ്. എല്ലാ വർഷങ്ങളിലും ഡയറി എൻട്രി ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ലെറ്റർ റൈറ്റിംഗ് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൊഫൈൽ റൈറ്റിംഗ് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. നോട്ടീസ് വരാറുണ്ട്. ക്യാരക്ടർ സ്കെച്ചുകൾ ചാപ്റ്ററുകളിൽ നിന്ന് ഏതൊക്കെ ക്യാരക്ടർ ഉണ്ടോ അവരുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ച് നോക്കാറുണ്ട് അല്ലെങ്കിൽ വരാറുണ്ട്. ഇനി ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ നമ്മളടുത്ത് ചോദിക്കാറുണ്ട്. നമ്മുടെ അടിശയുടെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആളുടെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും. പോം അപ്രിസിയേഷൻ ചോദിക്കാറുണ്ട്. കോൺവെർസേഷൻ ചോദിക്കാറുണ്ട്. നറേഷൻ ചോദിക്കാറുണ്ട്. റിവ്യൂ ആൻഡ് റൈറ്റ് അപ്പ് വിൽ ബി ആസ്ക്ഡ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് ചോദിക്കാറുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? ഡയറി എൻട്രി, ലെറ്റർ റൈറ്റിംഗ്, പ്രൊഫൈൽ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, നോട്ടീസ്, ക്യാരക്ടർ സ്കെച്ച്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, പോം അപ്രിസിയേഷൻ, കോൺവെർസേഷൻ, നറേഷൻ, റിവ്യൂ ആൻഡ് റൈറ്റ് അപ്പ് വിൽ ബി ദേർ. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒരു തംസ് അപ്പ് വന്നേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്ന് എന്താണ് വരുന്നത്, പാസേജ് ക്വസ്റ്റ്യൻ ചോദിക്കും. പാസേജ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ തന്നിട്ട് അതിനകത്തുനിന്ന് ഒരു 5-6 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് അത് അറ്റൻഡ് ചെയ്തിട്ട് അതിനൊരു 6 marks ക്വസ്റ്റ്യൻ ആയിട്ടാണ് യൂഷ്വലി വരാറുള്ളത്. ഒരു പോയത്തിന്റെ കുറച്ച് ഭാഗം തന്നിട്ട് ഇതുപോലെ തന്നെ അതിനകത്ത് അലിറ്ററേഷൻ എക്സാമ്പിൾ, പേഴ്സോണിഫിക്കേഷന്റെ എക്സാമ്പിൾ, വിഷ്വൽ ഇമേജിന്റെ എക്സാമ്പിൾ ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഫോറിൻ പാസേജസ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ചില പാസേജസ് തന്നിട്ട് അതിനകത്തുനിന്നും എന്ത് ചെയ്യാറുണ്ട്,
ക്ലാസ് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി ഗ്രാമർ പോർഷനിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രേസൽ വെർബ്സ്. ഫ്രേസൽ വെർബ്സ് കഴിഞ്ഞ മാരത്തൺ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടഡ് സ്പീച്ചസ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ, പ്രിപ്പോസിഷൻസ്, പ്രനൗൺ ഒക്കെ നമ്മൾ പോവാറുണ്ട്. കോൺവെർസേഷൻ കംപ്ലീഷനും നമ്മളുടെ ചോദ്യ പേപ്പറിൽ കാണാറുള്ള ഒരു ചോദ്യമാണ്. ക്ലിയർ ആയോ മക്കളെ? സെറ്റ് ആയോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഒരു 10ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ സംബന്ധിച്ച് ക്രിസ്മസ് എക്സാമിന്റെ ചോദ്യ പേപ്പറിൽ കണ്ടുവരുന്ന ചോദ്യങ്ങൾ. ഇതുവരെയും ശരിയാണെങ്കിൽ തംസ് അപ്പ് ഇട്ടേ മക്കളെ. സെറ്റ് ആണോ? സെറ്റ് അല്ലേ? ഓക്കെ, യെസ്. എല്ലാരും നോട്ട്സ് ഒക്കെ എടുത്ത് നോക്കി സെറ്റ് ആക്കുക കേട്ടോ. എടുത്ത് വെക്കാം, എഴുതി സെറ്റാക്കി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഫസ്റ്റ് മാരത്തൺ ക്ലാസ്സിൽ നമ്മൾ ഈ 4 ചാപ്റ്റേഴ്സ്, വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ആണ്. ബെല്ലാർഡ് ഓഫ് ഫാദർ ഗില്ലിഗനും പോയിട്രി നോക്കി. പോയിട്രിയിൽ നിന്ന് ഉറപ്പായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് അപ്രിസിയേഷൻ. 2018ലും 2019ലും 2022ലും ഈ 3 വർഷങ്ങളിലും ഏത് ചോദ്യമാണ് അപ്രിസിയേഷൻ വന്നത്? പോയിട്രി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് വന്നത്. ബെല്ലാർഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ നമ്മുടെ പോം അനാലിസിസ് ചെറുതായിട്ട് ഇങ്ങനെ തന്നിട്ട് ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ പോലെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിയിൽ നിന്ന് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അടിച്ചിയുടെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നെവർ നെവർ നെസ്റ്റിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സാധ്യത ചോദ്യമാണ്. ഒപ്പം ബ്ലോൺ ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പോം ഉണ്ടല്ലേ, നമുക്ക് കഴിഞ്ഞ ഓണം എക്സാമിന് നമുക്ക് ബ്ലോൺ ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പോം ഉണ്ടായിരുന്നു. അതും ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഈ തവണ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ബ്ലോൺ ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞ പോം കൂടെ ഒന്ന് നോക്കിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ, മറക്കരുത്. ഇതൊന്ന് നോക്കിയിട്ട് വേണം പോകാൻ. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഈ 4 ചാപ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ മാരത്തൺ ക്ലാസ്സിൽ നോക്കി. അതിന്റെ ലിങ്ക് കണ്ടിട്ടില്ലാത്തവര് അതൊന്ന് എടുത്ത് കാണാനായിട്ട് ശ്രദ്ധിക്കാം. യെസ്, അടുത്ത ഒരു പോർഷൻ എന്താണ്? ടുഡേ വി ആർ ഡീലിംഗ് വിത്ത്. ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്? ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അനിക്ഡോട്ട് ദാറ്റ് ഈസ് റിട്ടൺ ബൈ എ.ജെ. ക്രോണിൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവ കഥനെ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു അനിക്ഡോട്ട് ആണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഇസ് ദി സ്റ്റോറി ഓഫ് മാർത്ത, വിച്ച് ഇസ് എന്താണ്? സ്കോളർഷിപ്പ് ജാക്കറ്റ് വിൻ ചെയ്തിരിക്കുന്ന മാർത്ത സെലീനാസ് തന്നെ എഴുതിയിരിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അതും ഒരു അനിക്ഡോട്ട് അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഡിസ്കോഴ്സസ് ആൻഡ് ഗ്രാമർ പോർഷൻസ് എന്ത് ചെയ്യും? ഡിസ്കോഴ്സസ് ആൻഡ് ഗ്രാമർ പോർഷൻസും ഇതിനകത്ത് വരും. ഓക്കെ ആണോ? ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് എന്താണ്? ഇത്രയും 2 ചാപ്റ്റേഴ്സ് പ്ലസ് ഡിസ്കോഴ്സസ് ആൻഡ് ഗ്രാമർ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്. സോ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ഇൻ ഓർഡറിൽ ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കാൻ വേണ്ടി പോവാണ്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഓൾസോ ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് ഇസ് എ വെരി 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 ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. 2 എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആണ്. ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു സ്പീച്ച് ആണ്. ഓക്കെ, ദ ബെല്ലാർഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ അദ്ദേഹത്തിന്റെ ഒരു പോമാണ്. ഓക്കെ, അതിനകത്തുനിന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ, ആരും പേടിക്കണ്ട. സോ എന്താണ് ദ ബെല്ലാർഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ? അല്ല, ക്വസ്റ്റൻ ഒന്നും പറഞ്ഞു പോയിട്ടില്ല കേട്ടോ. ദ ബെല്ലാർഡ് ഓഫ് ഫാദർ ഗില്ലിഗനകത്തുനിന്ന് പാസേജ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ചോദിക്കാറുണ്ട്. പോയിട്രിയിൽ നിന്ന് എല്ലാ വർഷവും അപ്രിസിയേഷൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗംഭീരം അപ്രിസിയേഷൻ കഴിഞ്ഞ മാരത്തൺ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താണ്, നമ്മുടെ കുട്ടികൾ എല്ലാവരും അത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? അത് നന്നായിട്ട് പഠിച്ചിട്ടിരിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? ഇപ്പൊ തന്നെ ചാറ്റ് ബോക്സിലേക്ക് കമന്റ് ചെയ്തേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലേക്ക് കമന്റ് ചെയ്യാം. ഒപ്പം നിങ്ങൾ യൂട്യൂബിലാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആയാലും കമന്റ്സ് ഒന്ന് ഇട്ടേക്കാം കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. യെസ്, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒരു ഹാർട്ട് വിത്ത് ഫയർ ഇട്ടേ. എന്താണ് ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത്? ഓക്കെ, സോ ദ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, ഹാർട്ട് വിത്ത് ഫയർ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ സെറ്റ് ആയില്ലേ? എല്ലാരും ഓക്കെ അല്ലേ? തുടങ്ങിയാലോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ അല്ലേ സർ? യാ. So unit 4 chapter 10 the scholarship jacket, it is written by Martha Salinas ആണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നോക്കിക്കേ, നമ്മൾ അതിന്റെ ഒരു ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നറേറ്റീവ് ക്വസ്റ്റ്യൻ വരാറുണ്ട്, നോട്ടീസ് വരാറുണ്ട്, സ്പീച്ച് വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നമ്മൾ അതിനു മുമ്പ് എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ഇതിനകത്ത് നിന്ന് വരുന്നത് നോക്കാൻ പോവാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ we will be having a diary entry of Martha Salinas. നമുക്ക് ഇങ്ക് ഒന്ന് മാറ്റിയേക്കാം അല്ലെ? നമുക്ക് യെല്ലോ കളർ എടുത്താലോ? അപ്പൊ എന്താ, മാർത്തയുടെ ഒരു ഡയറി എൻട്രി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാ. എന്താ ഡയറി എൻട്രി പറഞ്ഞ? ഡയറി എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം നടക്കുന്ന സംഭവങ്ങള്
എഴുതുന്നതാണ് ഡയറി എൻട്രി. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും നമ്മൾ ഡയറിയിൽ എഴുതുന്നുണ്ടാവുക. അപ്പൊ അതിനാണ് നറേഷൻ. കുറച്ചും കൂടി വലിപ്പം വെക്കില്ലേ? യെസ്, നറേഷൻ ബൈ ഡയറി എൻട്രി ബൈ മാർത്ത. പിന്നെ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ തന്റെ ഒരു ഫ്രണ്ടിനോട് ഡിസ്ക്രൈബ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ റോസി എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റർ 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് മാർത്ത തന്റെ സിസ്റ്റർ ആയിട്ടുള്ള റോസിയോട് ഈ സംഭവം എല്ലാം വിവരിച്ചാൽ ആ നറേഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. പാസേജ് ക്വസ്റ്റ്യൻ പല വർഷങ്ങളിലും നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് കണ്ടുവന്നിട്ടുള്ളതാണ്. കോൺവെർസേഷൻ ബിറ്റ്വീൻ മാർത്തയും ഗ്രാൻഡ്പയും തമ്മിലുള്ള കോൺവെർസേഷൻ, മാർത്തയും മിസ്റ്റർ സ്മിത്തും തമ്മിലുള്ള കോൺവെർസേഷൻ, ഇതെല്ലാം കോൺവെർസേഷന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഇനി സ്പീച്ച് ഓഫ് മാർത്ത, അവാർഡ് ഒക്കെ വിൻ ചെയ്ത് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന മാർത്ത ഒരു സ്പീച്ച് പറഞ്ഞാൽ അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ലെറ്റർ ബൈ മാർത്ത ടു സിസ്റ്റർ റോസി. ഇപ്പൊ പറഞ്ഞതുപോലെ മിസ്റ്റർ സ്മിത്തിന് ഒരു ലെറ്റർ എഴുതുന്നു, ഒരു നന്ദി പറഞ്ഞുകൊണ്ട് മിസ്റ്റർ സ്മിത്തിന് ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടാവും? റോസി ആരാണ്? സിസ്റ്റർ ഓഫ് മാർത്തയാണ് അല്ലെ? റോസി ആരാണ്? സിസ്റ്റർ ഓഫ് മാർത്തയാണ്. സോ ആളോടത്ത് ഒരു ലെറ്റർ എഴുതുക, തന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതുവാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതും ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇനി നമ്മുടെ സ്മിത്തിന് ഈ ഒരു അവാർഡ് സ്കോളർഷിപ്പ് ജാക്കറ്റ് വേറൊരാൾക്ക് കൊടുക്കുന്നത് വലിയ താല്പര്യമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. സോ അദ്ദേഹം അതിനെതിരെ ഒരു പെറ്റീഷൻ അല്ലെങ്കിൽ അതിനെതിരെ ഒരു കാര്യം പറയുവാണെങ്കിൽ അത് എങ്ങനെ ആയിരിക്കും? അതിനൊരു ലെറ്റർ എഴുതി ഇങ്ങനെ അയക്കുവാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ലെറ്റർ എങ്ങനെ ആയിരിക്കും എന്നുള്ള ചോദ്യമുണ്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, മാർത്തയുടെ ഒരു അവാർഡ് വിന്നിങ്ങിനെ പറ്റിയിട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കുവാണെങ്കിൽ അത് എങ്ങനെ എഴുതാം? ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഓൾസോ മാർത്ത ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വേഗം നമ്മൾ അതിന്റെ ഒരു സമ്മറി ഒന്ന് നോക്കി പോവാണ്. മാർത്ത ഇസ് ദ മെയിൻ പ്രോട്ടഗോണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി. ഈ സാധനം നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്ന വഴിക്ക് എന്താവും അറിയോ? നമ്മൾ നറേഷനും പഠിക്കും, അത്യാവശ്യം ആ ഇൻസിഡൻസ് ഒക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കും. ഫസ്റ്റ് മാരത്തൺ കാണാത്ത എല്ലാവരും ഫസ്റ്റ് മാരത്തൺ കാണണം, മസ്റ്റ് ആയിട്ട് കാണണം. ഒരു 3 hours ക്ലാസ് നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ട്. 4 ചാപ്റ്റേഴ്സ് നമ്മൾ അതില് ഓൾറെഡി ഡൺ ആൻഡ് ടെസ്റ്റഡ് അല്ലെ? അപ്പൊ അത് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളൊന്നും നോക്കാം. അപ്പൊ ഇതിലെ മേജർ കഥാപാത്രം ആരാണ്? പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ മേജർ നായിക എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ സ്റ്റോറിയുടെ മേജർ കഥാപാത്രം മാർത്തയാണ്. Who has studied in the small Texas school, had a tradition of awarding a scholarship jacket to the topper. Class valedictorian ഒരു സമ്മാനം കൊടുക്കുന്ന, അല്ലെങ്കിൽ എന്താണ് ടോപ്പർ എന്നുള്ള രീതിയിൽ ഒരു ചടങ്ങുണ്ട് എവിടെ? നമ്മുടെ ഈ സ്മോൾ ടെക്സാസ് സ്കൂളില്. ആൻഡ് എന്താണ് 8th ഗ്രേഡിൽ എത്തുമ്പോഴാണ് നോർമലി ഈ സ്കോളർഷിപ്പ് അവാർഡ് ചെയ്യാനുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. മാർത്തയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്ത്? അവള് ഫസ്റ്റ് ഗ്രേഡ് പഠിക്കുമ്പോൾ തൊട്ട് മാർത്തയുടെ ആഗ്രഹമാണ് എനിക്കും ഇതൊന്ന് വിൻ ചെയ്യണം. ഷീ ഓൾസോ വോണ്ട് ടു വിൻ ദി സ്കോളർഷിപ്പ് ജാക്കറ്റ്. മാർത്താസ് ഫ്രണ്ട് കോൾഡ് ഹെർ, ഇടയ്ക്ക് അവള് സ്ട്രിംഗ് ബീൻ എന്നും ബീൻ പോൾ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നതിൽ മാർത്തയ്ക്ക് വിഷമം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ആളുടെ ഒരു ഫാദറിനെ പറ്റി പറയുവാണെങ്കിൽ ഹീസ് എ പുവർ മെക്സിക്കൻ ഫാം ലേബറർ ആണ് അദ്ദേഹം. അതുകൂടാതെ അവര് വളരെയധികം ദാരിദ്ര്യത്തിലൂടെ വന്ന വ്യക്തികളാണ്. ഇവരുടെ PT പീരീഡിന്റെ സമയത്താണ് 2 ടീച്ചേഴ്സ് തമ്മിൽ ഒരു ആർഗ്യുമെന്റ് നടക്കുന്നത്. മിസ്റ്റർ സ്മിത്തും മാത്സ് ടീച്ചർ ആയിട്ടുള്ള മിസ്റ്റർ ബൂണിയും. അതിൽ മിസ്റ്റർ സ്മിത്ത് ആരെ സപ്പോർട്ട് ചെയ്തിട്ടാ സംസാരിക്കുന്നത് മക്കളെ? ആരെ സപ്പോർട്ട് ചെയ്തിട്ടാ സംസാരിക്കുന്നത്? മാർത്തയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ബൂണി ആയിക്കൊള്ളട്ടെ മറ്റേ കുട്ടീനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അല്ലെ? അപ്പൊ എന്താ, ഇവൾക്ക് വലിയ കഴിവൊന്നുമില്ല, മറ്റേ കൊച്ചു മാനേജ്മെന്റിന്റെ വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ ബോണി സംസാരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ബോണിക്ക് അതിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല, മാർത്തയ്ക്ക് സമ്മാനം കൊടുക്കുന്നതിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ബട്ട് ബോണി വാണ്ടഡ് ടു ഫേവർ ദ ഡോട്ടർ ഓഫ് ദി സ്കൂൾ ബോർഡ് മെമ്പറിനെ ഫേവർ ചെയ്യാനാണ് താല്പര്യം. മിസ്റ്റർ സ്മിത്ത് സ്ട്രോങ്ലി അപ്പോസ് ദിസ് സജഷൻ ബിക്കോസ് ഇറ്റ് വാസ് ലൈക്ക് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ഒരു എന്താ പറയുന്നത്, ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്നതുപോലെ തന്നെ അത്രയും ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആര് എതിർക്കുന്നുണ്ട്? മിസ്റ്റർ സ്മിത്ത് എതിർക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് മിസ്റ്റർ സ്മിത്ത് മാനേജ്മെന്റിന് ഒരു കത്ത് എഴുതി കഴിഞ്ഞാൽ അതെങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ചോദ്യ പേപ്പറിൽ വന്ന് കാണാറുള്ളതാണ് കേട്ടോ. മാർത്ത ആയിക്കൊള്ളട്ടെ ഫസ്റ്റ് ഗ്രേഡ് തൊട്ടിട്ട് അത്യാവശ്യം ടോപ്പറായി പഠിക്കുന്ന ആളാണ്. സോ ഷീ വിഷസ് ടു ഗെറ്റ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് ആൻഡ് മാർത്ത വാസ് സോ അപ്സെറ്റ് ആഫ്റ്റർ ദി ഇൻസിഡന്റ്. അപ്പൊ ആ ഒരു ഇൻസിഡന്റ് മാത്രമാണെങ്കിലും നറേറ്റ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ ദി ഹോൾ ഇൻസിഡന്റ് ഷുഡ് ബി ആസ്ക്ഡ്. ഏതെങ്കിലും ഒക്കെ നറേറ്റീവ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് ഒത്തിരി ആയിട്ട് കണ്ടുവരുന്ന ചോദ്യമാണ് കേട്ടോ, അതുകൊണ്ട് മറന്നു പോരുത്. ഇനി അതിന്റെ പിറ്റത്തെ ദിവസം എന്ത് സംഭവിച്ചു? ഗ്രാൻഡ് പേ ആയിട്ടുള്ള കോൺവെർസേഷൻ ഒക്കെ കഴിഞ്ഞു. അതും ചോദ്യ പേപ്പറിൽ ഗ്രാൻഡ് പേയും അവളും തമ്മിലുള്ള കോൺവെർസേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇനി അതേ ഡേ പ്രിൻസിപ്പൽ ടോൾഡ് മാർത്ത ദാറ്റ് ഷീ ഹാഡ് ടു പേ $15 കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടണമെങ്കിൽ $15 കൊടുക്കണം. അത് തന്നെയാണ് അവിടുത്തെ
നിബന്ധന എന്ന് പറഞ്ഞു. Martha was so sad and all the way home she was crying and explained everything to her grandpa. ഗ്രാൻഡ്പയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഇവളെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അവളെ അഡ്വൈസ് ചെയ്തിട്ട് he was a wise man. ഗ്രാൻഡ് ഫാദർ ഒരു വൈസ് മാൻ ആയിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. And also he believed that scholarship jacket was the fruit of her granddaughter's hard work. ആ ഒരു കുട്ടിയുടെ ഹാർഡ് വർക്ക് ആണ് എന്നുള്ള അർത്ഥത്തിൽ, ആ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് മാത്രമാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നുള്ളത്. എപ്പോഴും ആര് ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഗ്രാൻഡ് ഫാദർ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആൻഡ് ഹി ടോൾഡ് മാർത്ത ടു ഇൻഫോം, ഞാൻ എന്തായാലും പൈസ ഒന്നും തരാൻ പോകുന്നില്ല എന്ന് നീ പ്രിൻസിപ്പലിന്റെ അടുത്ത് പറയണം എന്നാണ് ഈ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഷി പെയ്ഡ് it wouldn't be a scholarship jacket and he said that he won't give the money. നിനക്ക് കഷ്ടപ്പെട്ട് കിട്ടിയതാണ്, അത് ആർക്കും പൈസ കൊടുത്തൊന്നും മേടിക്കേണ്ടതല്ല എന്ന് പറയുന്നു. The principal changed his mind after hearing her grandpa's decision. ഗ്രാൻഡ്പയുടെ ഡിസിഷൻ ഒക്കെ കേട്ടപ്പോൾ പ്രിൻസിപ്പലിന് ചെറിയ ഭാവമാറ്റം ഒക്കെ വന്നു. പുള്ളിക്കാരൻ എന്തായാലും എന്ത് ചെയ്തു, എന്നാ പിന്നെ ഇവൾക്ക് തന്നെ കൊടുത്തേക്കാം എന്ന് സമ്മതിച്ചു. Okay, the principal told Martha that he would recommend the management to give her an exception. അവൾക്ക് ഒരു എക്സെപ്ഷൻ തൽക്കാലം കൊടുക്കാം എന്ന് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പൽ ഇവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഷി വാസ് സോ ഹാപ്പി. മാർത്ത ഇതിൽ വളരെ സന്തോഷത്തിലായിരുന്നു. ആൻഡ് വെൻ ഷി came back to home she was crying with extreme happiness. ആ ഒരു സന്തോഷത്തിൽ അവള് കരയുന്നുണ്ടായിരുന്നു. Okay, she was so happy, but this time it was a cry of joy and excitement. ഈ തവണ അവര് വളരെ ഹാപ്പി, എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ തവണത്തെ ഒരു സന്തോഷം സങ്കടം എല്ലാം കൂടെ ഒരു മിക്സ്ഡ് ഫീലിംഗിലാണ് അവള് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും ചോദ്യങ്ങളായിരിക്കും എവിടെ വരുന്നത്, എക്സാമിന് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് 4 വർഷങ്ങൾ 2017 തൊട്ട് 2022 വരെ നോക്കുമ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദ്യ പേപ്പറിൽ വന്ന് കണ്ടിട്ടുള്ളതാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Martha was upset when she was informed by the principal that she should pay for the scholarship jacket. She approached her grandfather for the money, but the grandfather was not ready to pay for the jacket. She expressed her feeling in her diary. Attempt the likely diary entry. ഒരു ഡയറി എൻട്രി എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതാ ഇത്രയും കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് എവിടെയാണ്, ഡയറി എൻട്രി ആരുടെയാണ്, നമ്മുടെ മാർത്തയുടെ ഡയറി എൻട്രി ആണ്. ഹലോ ജോസ്പി ഹായ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഹലോ എല്ലാവർക്കും ഹായ് കേട്ടോ. അപ്പൊ എന്താണ്, അറ്റംപ്റ്റ് ദ ലൈക്ലി ഡയറി എൻട്രി. ഡയറി എൻട്രി എഴുതാനുള്ള ചോദ്യമാണ്, 6 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഡിസ്ക്രൈബ്സ് ദ സ്ട്രഗിൾസ് ഓഫ് മാർത്ത ഫോർ ജസ്റ്റിസ്. She narrates the incidents at school to one of her friend. അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വിവരിച്ച് പറഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും, അത് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എക്സാമിനർ എന്താ ചോദിച്ചിരിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, മാർത്ത ചെന്നിട്ട് തന്റെ ഫ്രണ്ടിന്റെ അടുത്ത് അന്നുണ്ടായ സംഭവങ്ങൾ എല്ലാം പറയുകയാണെങ്കിൽ ആ ഒരു നറേറ്റീവ് എങ്ങനെയായിരിക്കും, പ്രിപ്പയർ ദ ലൈക്ലി നറേറ്റീവ് എന്നാണ് ചോദ്യം. ഇനി പ്രിപ്പയർ ദ ലൈക്ലി സ്പീച്ച് ഓഫ് മാർത്ത എന്ന് യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. എപ്പോഴായിരിക്കും, താങ്ക്സ് ഗിവിംഗ് ആയിരിക്കും കൊടുക്കുന്നത്, എപ്പോഴായിരിക്കും, അവൾക്ക് അവാർഡ് കിട്ടിയതിനു ശേഷം. അപ്പൊ മാർത്ത ഇൻ ഹർ താങ്ക്സ് ഗിവിംഗ് സ്പീച്ച് എന്നുള്ള കാര്യം ഫോക്കസ് ചെയ്യുക. അന്ന് പറഞ്ഞ പ്രസംഗം എന്തായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്പീച്ച് എന്തായിരുന്നു എന്നുള്ളത് ഓർത്തു വെക്കാം. ഫസ്റ്റ് ടൈമിൽ നിന്ന് 10% ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് വരും. അതിൽ തന്നെ ചിലപ്പോൾ ബ്ലോൺ ഇൻ ദ വിൻഡിന്റെ അപ്രീസിയേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ഈ യൂണിറ്റ് 4 ലാസ്റ്റ് ചാപ്റ്റർ ചിലപ്പോൾ ഇച്ചിരി പ്രയോറിറ്റി കുറവായിരിക്കും. പക്ഷെ പൂർണ്ണമായിട്ടും ഓണം എക്സാമിന്റെ യൂണിറ്റ് 1 and 2 നിങ്ങൾ വെട്ടുകളയരുത് കേട്ടോ, ഉറപ്പായിട്ട് പോയിട്ട് നോക്കണം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്, പ്രിപ്പയർ അഗൈൻ there comes a letter, that is prepare the likely letter എന്നുള്ളതാണ് ചോദ്യം. Martha was extremely happy on the day she received the scholarship jacket. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. Imagine that she wrote a letter to her friend describing all the incidents that had happened in the school. അവൾ ഒരു ലെറ്റർ എഴുതുവാണെങ്കിൽ എന്തായിരിക്കും ആ ലെറ്റർ എന്നാണ് ചോദ്യം. എന്തായിരിക്കും ആ ഒരു ലെറ്ററിൽ അവൾ എഴുതിയിട്ടുണ്ടാവുക, അന്നത്തെ സംഭവം ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു സമ്മറി മുന്നേ നോക്കി, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് 2 എണ്ണം അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട് അല്ലെ, ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ച് കാണുന്നതിന് മുമ്പ് എവറി ക്ലാസ് ഐ വിൽ ബി ഡീലിംഗ് വിത്ത് ദിസ് വൺ. എന്താ, നമ്മുടെ ആഫ്റ്റർ ക്ലാസ്സിലും നമ്മുടെ ഷാർപ്പ് ഷോട്ടിലും അതുപോലെ നമ്മുടെ റെഗുലർ ക്ലാസ്സസിലും എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതണ്ടേ, അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ട ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്നും കൂടി ജസ്റ്റ് പറയാണ്. എന്താ, റീകോൾ ദ ടെക്സ്റ്റ് ആൻഡ് ഐഡന്റിഫൈ ദ ക്യാരക്ടർ. ആദ്യമേ നമ്മൾ ഏത് ക്യാരക്ടർ ആണ്, ഏത് ചാപ്റ്റർ ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ആസ് യൂഷ്വൽ അതിന്റെ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ്, ആ ക്യാരക്ടറിന് എന്ത് റോളാണ് കഥയിലുള്ളത്, ആളുടെ സിഗ്നിഫിക്കൻസ് എന്താണ്, ആൾ എടുക്കുന്ന ഒരു ആൾക്ക് എന്തെങ്കിലും റിലവൻസ് ഉണ്ടോ ആ സ്റ്റോറിയിൽ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം.
ഫിസിക് ആൻഡ് അപ്പിയറൻസ് നമ്മൾ സ്ട്രിംഗ് ബീൻ അല്ലെങ്കിൽ പോൾ ബീൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അതെന്താ? ആളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റി കഥയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? മാനേഴ്സ്, ബിഹേവിയർ, വാല്യൂസ് എക്സെട്ര. ആളുടെ ഒരു ബിഹേവിയർ എങ്ങനെയാണ്, വാല്യൂസ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ആളുടെ ഒരു ക്യാരക്ടർ, മറ്റുള്ളവരുമായിട്ട് എന്താണ്, മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവരുടെ ഒരു ക്യാരക്ടർ നിൽക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഇത് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക മാത്രം ചെയ്യുക. പ്ലസ് നമ്മളൊരു ക്യാരക്ടറിനെ പറ്റി എഴുതുമ്പോൾ അവരെ പറ്റി റെഫർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കോട്ട് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കോട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ക്യാരക്ടർ സ്കെച്ചിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ സ്കോർ ചെയ്യാൻ പറ്റും. കൊട്ടേഷൻസ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ക്യാരക്ടർ സ്കെച്ച്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയും ക്ലാസ്സസും നമ്മുടെ 90+ ക്ലാസ്സസിൽ നമ്മൾ ഓൾറെഡി പോയിട്ടുള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒന്നും റിഗാർഡിംഗ് ദിസ് ഇല്ല എന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ജോയിൻ ചെയ്തവർക്ക് ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. ഇത് ഇത്രയേ ഉള്ളൂ. ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന്റെ ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമാണ് കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മാർത്തയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് 6 മാർക്കിന് ചില പോയിന്റ്സ്, ഒരു 5-6 പോയിന്റ്സ് നമ്മൾ നോക്കാൻ വേണ്ടി പോകണം. The first point എന്താണ്? She is a Mexican American girl. എന്താണ്? ഒരു മെക്സിക്കൻ അമേരിക്കൻ ഗേൾ ആണെന്നുള്ള പോയിന്റ് മിസ് ചെയ്യരുത്. ഷീ വാസ് ഓവർഹിയറിംഗ് ദി ആർഗ്യുമെന്റ്. അവൾ ഒളിഞ്ഞു നിന്ന് ആ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ രണ്ട് ടീച്ചേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കേൾക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് വാസ് അബൌട്ട് ഹർ. അവളെ പറ്റിയായിരുന്നു അതെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ആൻഡ് ഷീ വാസ് ഓവർവെൽംഡ് വിത്ത് ജോയ്. ഷീ ഗെറ്റ്സ് എ പോസിറ്റീവ് റെസ്പോൺസ് ഫ്രം ദ പ്രിൻസിപ്പൽ. എന്താ, കുറച്ച് കഴിഞ്ഞിട്ടാണ് അവൾക്ക് ആ ഒരു ഇൻസിഡൻസിന് ശേഷം പിന്നീട് അതിനെടുക്കുന്ന ഒരു സ്ട്രഗിൾ ഒക്കെ ഉണ്ട്. ഹൗ ഷീ ഗെറ്റ് ദി പോസിറ്റീവ് റെസ്പോൺസ് ഫ്രം ദി പ്രിൻസിപ്പൽ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഇനി ഷീ വാസ് ഓൾസോ എ വിക്ടിം ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷന്റെ വിക്ടിം ആണ് ആര്? നമ്മളുടെ മാർത്ത. ആൻഡ് ഓൾസോ ഷീ ഈസ് എ ഡിറ്റർമിനന്റ് ആൻഡ് കോൺഫിഡന്റ് ഗേൾ. വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള, ഡിറ്റർമിനന്റ് ആയിട്ടുള്ള ഒരു ഗേൾ ആണ് മാർത്ത എന്ന് കാണിക്കുന്നു. അതിന്റെ എക്സാമ്പിൾ എന്താ? അവള് ഫസ്റ്റ് ഗ്രേഡ് തൊട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾ സ്കോറിൽ ടോപ്പ് സ്കോറർ ആയിട്ട് പോകുന്നത് അവളുടെ ഒരു ഡിറ്റർമിനേഷൻ കാണിക്കുന്നു. ഓൾസോ പ്രിൻസിപ്പലിന്റെ മുന്നിലേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നതും ഒക്കെ കോൺഫിഡൻസിനെയും സൂചിപ്പിക്കുന്നു. അപ്പൊ ആ ലൈൻസും നിങ്ങൾക്കൊന്ന് കോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. A character of mixed feeling. ഒരേ സമയം പല പല ഫീലിങ്സ് ഉള്ളിലൂടെ കടന്നു പോകണം. ആങ്കർ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഡിഫറൻസ്, സങ്കടവും സന്തോഷവും എല്ലാം ഒരേപോലെ വരുന്ന ഒരു ക്യാരക്ടർ ആണ് നമ്മളുടെ മാർത്ത. ഡോട്ടർ ഓഫ് എ പുവർ മെക്സിക്കൻ ഫാർമർ. അവളുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം. ഓൾസോ ഷി വാസ് എ ബോൾഡ് ആൻഡ് ബ്രില്യന്റ് ക്യാരക്ടർ. ഇനി അനദർ ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇസ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് ഫാദർ. നമ്മുടെ ചാപ്റ്ററിൽ തന്നെ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ക്യാരക്ടർ ആണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ. 2019-ലും 18-ലും നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ? മാർത്താസ് ഗ്രാൻഡ് ഫാദർ ഇസ് എ പേഷ്യന്റ്, ഹാർഡ് വർക്കിംഗ് ആൻഡ് കെയറിംഗ് പേഴ്സൺ. ആശുപത്രിയിലെ പേഷ്യന്റ് അല്ല കേട്ടോ, വളരെ ക്ഷമയുള്ള, വളരെ കഠിനാധ്വാനി ആയിട്ടുള്ള ഒരു വളരെ ലവിംഗ് ക്യാരക്ടർ ആണ് ആരുടെ? മാർത്തയുടെ ഗ്രാൻഡ് ഫാദറിന്റെ. ഹി ഈസ് എ മാൻ ഓഫ് പ്രിൻസിപ്പിൾസ്. ഒരുപാട് വാല്യൂസ് ക്യാരി ഓവർ ചെയ്യുന്ന മനുഷ്യനാണ്. ആൻഡ് ഓൾസോ ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ്, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഹെൽപ്പ് ചെയ്യാനും ഇദ്ദേഹം റെഡിയാണ്. അതുകൊണ്ട് തന്നെ മാർത്തനെ വളരെ വൈസ് ആയിട്ട് അദ്ദേഹം ഗൈഡ് ചെയ്യുന്നു. ഇങ്ങനെയല്ല കേട്ടോ, ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ പാരഗ്രാഫ് ആയിട്ട് എഴുതണം. ഞാൻ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോയിന്റ്സ് ആയിട്ട് തരുന്നത്. എഴുതുമ്പോൾ ഓരോ പോയിന്റ്സും എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ നിങ്ങൾക്കറിയാം. നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ക്യാപ്സ്യൂൾ നോട്ടിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? അതും കൂടെ വായിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, എക്സാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. അത്യാവശ്യം മാർത്ത കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് ഗ്രാൻഡ് ഫാദർ. ആൻഡ് ഓൾസോ ഹി വാസ് എ റിസർവ്ഡ് ടൈപ്പ് ബട്ട് എ മാൻ ഓഫ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ. വളരെ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് ആര്? നമ്മളുടെ ഗ്രാൻഡ് ഫാദർ. ആൻഡ് ഓൾസോ ഹി വാസ് എന്താ, ഒത്തിരി അങ്ങനെ സംസാരിക്കുന്ന ഒരു മനുഷ്യനൊന്നുമല്ല. ഹി ഈസ് എ മാൻ ഓഫ് ഫ്യൂ വേർഡ്സ് എന്ന് നമുക്ക് എഴുതാം. രസമല്ല കേൾക്കാൻ? ഹി വാസ് എ മാൻ ഓഫ് ഫ്യൂ വേർഡ്സ്. കുറച്ച് സംസാരിക്കുകയും എന്നാൽ പറയുന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത കൊണ്ടുവരികയും ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ. ഹി മെയ്ഡ് മാർത്ത റിയലൈസ് ദി ഇൻസിഗ്നിഫിക്കൻസ് ഓഫ് മണി. പൈസ എത്രത്തോളം നിസ്സാരമാണ്, മറിച്ച് അവളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അവളുടെ ഹാർഡ് വർക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് അവളെയും കൂടി ബോധ്യപ്പെടുത്തുന്നത് ആരാണ്? നമ്മുടെ ഗ്രാൻഡ് ഫാദർ ആണ്. ആൻഡ് ഹി വാല്യൂസ് ഡിഗ്നിറ്റി ആൻഡ് സെൽഫ് റെസ്പെക്ട്. നമ്മുടെ സെൽഫ് എസ്റ്റീം, ഞാൻ എന്താണ് ചുമ്മാ ഇങ്ങനെ പൈസ ഒന്നും കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാനൊരു ഡിഗ്നിഫൈഡ് ആയിരിക്കണം, സെൽഫ് റെസ്പെക്ട് എനിക്ക് ഉണ്ടായിരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ
He values dignity and self-respect. We as a reader, we also feel a respect towards him. നിങ്ങളുടെ ഒപ്പീനിയനും കൂടെ ഒരു ക്യാരക്ടറിനെ പറ്റിയുള്ളത് എഴുതുന്നതിന് ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് മിനിമം ആണ്. ഇതിനെ എലാബറേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിനെ എലാബറേറ്റ് ചെയ്ത് എല്ലാവരും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലിയർ അല്ലേ? ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തതിൽ 2 ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു കഴിഞ്ഞു. എങ്ങനെ ഏത് ചാപ്റ്ററിൽ നിന്ന് ആരുടെ ക്യാരക്ടർ സ്കെച്ച് വന്നാലും എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് എന്ന് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എല്ലാ ചാപ്റ്ററും അനലൈസ് ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ സ്കെച്ച് ഒരു കൂടുതൽ ചാൻസ്. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് ഏറ്റവും കൂടുതലായിട്ട് വന്നു കണ്ടിട്ടുള്ളത് യെസ്, ഞാൻ ഇതിന്റെ ലാസ്റ്റ് പറയാം കേട്ടോ. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മേഡ്, ജോണിന്റെ ക്യാരക്ടർ വന്നിട്ടുണ്ട്. യെസ്, ഇപ്പൊ തന്നെ പറയാം. ഗ്രാൻഡ് ഫാദറിന്റെ 2 വർഷം വന്നിട്ടുണ്ട്. മാർത്തയുടേത് 1 വർഷം വന്ന് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. യെസ്, സോ ഇനി നമ്മള് അടുത്ത ഒരു ലെറ്ററിന്റെ കാര്യം പറയാനല്ലേ. എങ്ങനെയായിരിക്കും ലെറ്റർ വരാൻ സാധ്യത? ഈ ചാപ്റ്ററിൽ നിന്ന് വന്ന് കണ്ടിട്ടുള്ള 2-3 ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ്. മിസ്റ്റർ സ്മിത്ത് ബോർഡിന് മാനേജ്മെന്റിന് എഴുതുന്ന ഒരു ലെറ്റർ, അതുപോലെ ഗ്രാൻഡ് ഫാദറിന് പ്രിൻസിപ്പലിന് ഒരു ലെറ്റർ എഴുതുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ. എക്സാമിനർക്ക് തോന്നുവാണ് പ്രിൻസിപ്പലിനെ ഞാൻ ഒരു ലെറ്റർ എഴുതിയേക്കാം, അതൊരു ഒഫീഷ്യൽ ലെറ്റർ ആണ് അല്ലെ. മാർത്ത ടു ദ ബോർഡ് ചെയർമാൻ, ദിസ് ഇസ് ഓൾസോ ഒഫീഷ്യൽ ലെറ്റർ. ഇത് 3 എന്താണ്? ഒഫീഷ്യൽ ലെറ്റർ ആണ്. പക്ഷേ മാർത്ത തന്റെ സിസ്റ്റർ ആയിട്ടുള്ള റോസിക്കോ അവളുടെ ഒരു ഫ്രണ്ടിനോ ലെറ്റർ എഴുതുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ആൻ അൺഒഫീഷ്യൽ ഫ്രണ്ട്ലി ലെറ്റർ ആയിരിക്കും. ക്ലിയർ അല്ലേ മക്കളെ? യെസ്, ഇനി ഒരു ലെറ്റർ എഴുതുമ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറഞ്ഞു തരാറുള്ളതാണ്, ഫോർമാറ്റ്സ് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ടു അഡ്രസ്സും ഫ്രം അഡ്രസ്സും കൊടുത്തിട്ടുണ്ടാവണം. ദ അഡ്രസ് ഓഫ് ദി റൈറ്റർ, ആരാണോ എഴുതുന്നത് അവരുടെ അഡ്രസ്, ഫ്രം അഡ്രസ് കൊടുക്കണം. ഡേറ്റ് ഉണ്ടായിരിക്കണം. ഡെസിഗ്നേഷൻ ഓഫ് ദി അഡ്രസ്സി, ആരാണോ എഴുതുന്നത് ആ വ്യക്തി. ഇപ്പൊ ടീച്ചർ ആണെങ്കിൽ ടീച്ചർ എന്ന് കൊടുക്കാം, സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ് എന്ന് കൊടുക്കാം. അഡ്രസ് ഓഫ് ദി അഡ്രസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആർക്കാണോ അയക്കുന്നത് അവർക്കും കൂടി ഇത് കൊടുത്തേക്കാം. ഇനി ഗ്രീറ്റിംഗ് അല്ലെങ്കിൽ സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പെക്റ്റഡ് മാഡം അല്ലെങ്കിൽ സർ എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിൽ നമ്മൾ റെസ്പെക്റ്റഡ് എന്ന് ഉപയോഗിക്കും. ഫ്രണ്ട്ലി ലെറ്റർ ആണെങ്കിൽ ഡിയർ ഫ്രണ്ട് അല്ലെങ്കിൽ ആരുടെങ്കിലും പേര് ഡിയർ അപ്പു, അഞ്ജലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ദാറ്റ് ഇസ് എ ഗ്രീറ്റിംഗ് അല്ലെങ്കിൽ സല്യൂട്ടേഷൻ കൊടുക്കണം. ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിൽ നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത ഒരു പോയിന്റ് ആണ് സബ്ജക്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് സെക്കൻഡ് തിങ്, അടുത്തയിലേക്ക് വരുമ്പോൾ എന്താണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം ലെറ്ററിനകത്ത് പോകുന്നുണ്ടായിരിക്കേണ്ടേ. ക്ലിയർ അല്ലേ? അത് കൺക്ലൂഡ് ചെയ്യാം, ലെറ്റർ കൺക്ലൂഡ് ചെയ്യാം. ഒപ്പം എന്താണ് മക്കളെ? ഒരു കോംപ്ലിമെന്ററി ക്ലോസ് കൊടുത്തേക്കാം. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് ലവിംഗ്ലി, യുവേഴ്സ് സിൻസിയർലി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമന്റ് കൊടുക്കാവുന്നതാണ്. അതോടെ ലെറ്റർ എൻഡ് ആവുന്നു. ക്ലിയർ? ആൻഡ് നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദി സെൻഡർ, സെൻഡറിന്റെ നെയിമും സിഗ്നേച്ചറും, ആരാണോ അയക്കുന്ന ആളുടെ പേര് അതിന്റെ താഴെ പൊസിഷൻ ഉണ്ടെങ്കിൽ, ഇപ്പം സെക്രട്ടറി ഓഫ് ഇംഗ്ലീഷ് ക്ലബ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. എന്നിട്ട് സൈനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ലെറ്റർ കംപ്ലീറ്റ് ആയി. Shall we move? അപ്പൊ ഇതാ നോക്കിക്കേ, നമ്മുടെ മിസ്റ്റർ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മിസ്റ്റർ സ്മിത്ത് is unhappy about the sudden change in policy regarding the scholarship jacket. He decides to write a letter to the chairman of the board expressing his disagreement. Write the likely letter എന്നാ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഗസ്റ്റ് ടീച്ചറിനെ കാണിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? മിസ്റ്റർ സ്മിത്ത് ഈ ഒരു പോളിസി ചേഞ്ചിനെ ഒട്ടും അംഗീകരിക്കുന്നില്ല. ഓക്കെ, അതിനോട് ഒട്ടും താല്പര്യമില്ല. സോ അദ്ദേഹം എന്ത് ചെയ്യാണ്? മാനേജ്മെന്റ് ഒരു കത്ത് എഴുതി കഴിഞ്ഞാൽ ആ കത്ത് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ഫ്രം ജോൺ സ്മിത്ത്, ജോൺ സ്മിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അല്ലെ. ഫാക്കൽറ്റി, നെയിം ഓഫ് ദ സ്കൂൾ എന്താണ്? ടെക്സാസ്, അല്ലെങ്കിൽ ആ സ്കൂളിന്റെ പേര് കൊടുക്കാം. 15th May 1961. എനി ഇമാജിനേറ്റീവ് ഡേറ്റ് ക്യാൻ ബി ഗിവൺ. ആർക്കാണ് അയക്കുന്നത്? ദ ബോർഡ് മെമ്പർ അല്ലെങ്കിൽ സ്കൂളിന്റെ പേര് കൊടുത്തിട്ട് ആ ഒരു ബോർഡിലേക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റിനാണ് ഇത് അയക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ടു അഡ്രസ്സും ഫ്രം അഡ്രസ്സും നമ്മൾ വെച്ച് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി എന്താ നടക്കാൻ പോണേ? അടുത്തത് നോക്കാം. 1 second. നമ്മളെ കുറെ ആൾക്കാർ നമ്മുടെ യൂട്യൂബിൽ കമന്റ് ഇടുന്നുണ്ട്. യെസ് യെസ് യെസ്. അപ്പൊ നമ്മുടെ യൂട്യൂബിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഒത്തിരി പേര് യൂട്യൂബിൽ കമന്റ് ചെയ്യുന്നുണ്ടെന്ന് സുഖിൽ സാർ ഓടി വന്നിട്ട് പറഞ്ഞതാണ്. ഓക്കെ, നമ്മുടെ ഗസ്റ്റ് ടീച്ചറിനെ ഒക്കെ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും. സോ 90+ ക്ലാസ്സിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലേക്ക് ഇടാൻ. ആൻഡ് യൂട്യൂബിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ 90+ ഫാമിലിയുടെ ഒരു ബിഗ് ഹായ് തരുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യണം? നമ്മുടെ ഈ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഷെയർ ചെയ്യുക. ആരെങ്കിലും ഒക്കെ പഠിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു മോട്ടിവേഷൻ ആവട്ടെ. പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ സ്റ്റാറ്റസ് ആക്കുക. ക്ലാസ്സസ് എല്ലാവരും കാണട്ടെ, എല്ലാവരും പഠിക്കട്ടെ. അങ്ങനെ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. 90+ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റട്ടെ എല്ലാവർക്കും. 90+ പോയാലല്ല, നമുക്ക് 95 വേണം, അല്ലെങ്കിൽ A+
മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. സോ എല്ലാവരും നമ്മുടെ എന്താണ് 90+ ഫാമിലിയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒക്കെ ഒന്ന് വിളിച്ചോണ്ട് പെട്ടെന്ന് വരിക. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഒരു ഹാർഡ് വിത്ത് ഫയർ ഇട്ടേ, നമ്മുടെ എന്താണ് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഹാർഡ് വിത്ത് ഫയർ ഇട്ടേ മക്കളെ എല്ലാരും. ഓക്കെ അല്ലെ? സെറ്റ്. അപ്പൊ ഇതുവരെ പറഞ്ഞതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ, ഇതുവരെ വളരെ വ്യക്തമല്ലേ? ഇതൊരു എന്താണ് ഡിയർ സർ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, അദ്ദേഹം ഒരു ഒഫീഷ്യൽ തന്നെയാണ്. അതുകൊണ്ടാണ് ബോർഡ് മെമ്പറിന് എന്ത് ചെയ്തിരിക്കുന്ന ലെറ്റർ എഴുതിയിരിക്കുന്നത്. യു ക്യാൻ ഗീവ് റെസ്പെക്റ്റഡ് എന്ന് കൊടുക്കാം അല്ലെ. ഇവിടെ ഒരു ഒഫീഷ്യൽ ലെറ്റർ ആവുമ്പോൾ എന്ത് കൊടുക്കാം, റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ മാഡം എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? സോ ദ സബ്ജക്ട് വിൽ ബി എന്താണ്, സബ്ജക്ട് എന്താ, അബൌട്ട് ദ പോളിസി ചേഞ്ച് അബൌട്ട് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ്. ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റിൽ വന്ന പോളിസി ചേഞ്ചിനെ എതിർത്ത് കൊണ്ടിട്ടാണ് എന്ത് എഴുതുന്നത്, നമ്മുടെ ഈ ഒരു കത്ത് എഴുതാൻ പോകുന്നത്. നോക്കിക്കേ, ഇനി കണ്ടന്റിലേക്ക് വരാം. ചെറിയ ക്രിസ്പ് ലെറ്റർ മതി. അത് നിങ്ങളുടെ ഒരു ഉചിതം പോലെ മാർക്ക് നോക്കിയിട്ട് പേജ് ഒന്ന് സെറ്റ് ചെയ്യുക. ഒരു 1 പേജിനകത്ത് വിത്ത് ഫോർമാറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുക. 1.5 പേജ് ആണെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, ഐ റൈറ്റ് ദിസ് ലെറ്റർ ടു എക്സ്പ്രസ് മൈ കൺസേൺ ഓവർ ദി സഡൻ ചേഞ്ച് ഇൻ പോളിസി റിഗാർഡിംഗ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഇറ്റ് ഈസ് ദി സ്കൂൾസ് ട്രഡീഷൻ ടു അവാർഡ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് ടു ദി ക്ലാസ് ടോപ്പർ ഇൻ ദി ഇംഗ്ലീഷ് ഗ്രേഡ്. എന്താണ്, നമ്മുടെ 8th ഗ്രേഡിൽ പഠിക്കുന്ന കുട്ടിക്കാണ് നമ്മൾ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കാറുള്ളത്. ആ പോളിസി ചേഞ്ച് എനിക്ക് പ്രത്യേകിച്ച് എന്താ നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് മിസ്റ്റർ സ്മിത്ത് പറഞ്ഞു വെക്കുവാണ്. ഇനി മാർത്ത വാസ് ദി ഓൺലി ഡിസേർവിംഗ് കാൻഡിഡേറ്റ് ഫോർ ദി സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഈ ഒരു സ്കൂളിൽ മാർത്ത തന്നെയാണ് ഇത് ഏറ്റവും ഡിസേർവ് ചെയ്യുന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ ആ ഒരാൾ തന്നെയാണ്, സ്റ്റുഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്, മാർത്ത തന്നെയാണ് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾ എന്ന് അദ്ദേഹം അതിൽ പറയുന്നു. ഷീ ഈസ് വർക്കിംഗ് ഹാർഡ് വിത്ത് ഗ്രേറ്റ് കൺവിക്ഷൻ ആൻഡ് ഡെഡിക്കേഷൻ ടു അച്ചീവ് ദ ഗോൾ. എന്ത് പറയാണ്, അവൾ അവളുടെ ലക്ഷ്യം കരസ്ഥമാക്കാൻ വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. There is a clear example of discrimination and it's not fair. ഇപ്പൊ ഈ കാണിക്കുന്നത് എന്താണെന്ന് പറയണം, ഒരു ഡിസ്ക്രിമിനേഷൻ ആണ്, it's not fair എന്ന് എഴുതുന്നു. It is considered as an unfair rule to change the policy in order to please the rich. അതായത് റിച്ച് പീപ്പിളിനെ അല്ലെങ്കിൽ മാനേജ്മെന്റിൽ ഉണ്ട് എന്നുള്ള കാരണത്താലാണ് ഇത്തരത്തിലൊരു ചേഞ്ച് എങ്കിൽ ഐ നെവർ സപ്പോർട്ട് ഇറ്റ്. ഇനി എന്താണ്, ഇറ്റ് ഇസ് നോട്ട് അൺഫെയർ, ഇറ്റ് ഇസ് നോട്ട് ഫെയർ എന്ന് പറയുന്നു. ഐ റിക്വസ്റ്റ് ദി സ്കൂൾ ബോർഡ് ടു റീകൺസിഡർ ദി പോളിസി. ഈ പോളിസി ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് ഓൾസോ യു ഹാവ് ടു അറൈവ് അറ്റ് എ ഗുഡ് ഡിസിഷൻ. ഒരു നല്ല തീരുമാനത്തിൽ എത്തുന്നത് നല്ലതായിരിക്കും. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ഇതെന്താ കോംപ്ലിമെന്ററി ക്ലോസ്, അല്ലെങ്കിൽ നമ്മൾ ലെറ്റർ കൺക്ലൂഡ് ചെയ്യുമ്പോൾ യൂഷ്വലി യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് കൊടുക്കും. അതിൽ തന്നെ യുവേഴ്സിന് ഒരിക്കലും അപ്പിസ്ട്രോഫി ഇട്ട് കൊടുക്കരുത്. യുവേഴ്സ് എന്ന് ഒറ്റ വാക്കിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എഴുതുന്ന പോലെ അപ്പിസ്ട്രോഫി ഒന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. യെസ്, ആൻഡ് നെയിം ആൻഡ് സൈനോട് കൂടി അത് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നമ്മുടെ 2 ചാപ്റ്ററിൽ നിന്നും ഇപ്പം ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആയിക്കോട്ടെ, ജംഗിൾ എയർ ക്രാഷ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, നമ്മുടെ ഈ ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ആൻഡ് ദി ഹെഡ്ലൈൻ ഇസ് എന്തായിരിക്കും, ആ ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിന് ഒരു ഹെഡ്ലൈൻ ഉണ്ടായിരിക്കണം. ഹെഡ്ലൈൻ ടെൽസ് വാട്ട് ദി സ്റ്റോറി ഈസ് അബൌട്ട്. എന്തിനെ പറ്റി ആയിരിക്കണം പറയുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. 2 അതിനൊരു സബ് ഹെഡിങ് ഉണ്ടായിരിക്കണം. 3 ബൈലൈൻ ഉണ്ടായിരിക്കണം. 4 ലീഡ് ഓഫ് ദി ലീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലെ, ഒരു ലൈൻ, അതാണ് ലീഡ്. ആൻഡ് ബോഡി, എന്തിനെ പറ്റിയാണോ സംസാരിക്കുന്നത്, ഇപ്പൊ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടി എന്നുള്ളതിനെ പറ്റിയാണെങ്കിൽ അതായിരിക്കും അതിന്റെ ബോഡി പാർട്ട് അല്ലെങ്കിൽ ബോഡി ഓഫ് ദി ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. എൻഡിങ് വരുമ്പോൾ കൺക്ലൂഷനിൽ എന്താ, എന്തെങ്കിലും ആലോചിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവളുടെ ഒരു എഫേർട്ടിന് ഹാർഡ് വർക്കിന് പറ്റി ആലോചിക്കുമ്പോൾ ഷീ ഇൻസ്പയർസ് എവരിവൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആൻഡ് ഓൾസോ അതിന് അഡീഷണൽ കമ്പോണന്റ് എന്തെങ്കിലും ക്യാപ്ഷനോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഡ്സോ വല്ലതും ഒക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും ആഡ് ചെയ്താലും ഒരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമുക്ക് നോക്കാം. മാർത്ത വിൻസ് സ്കോളർഷിപ്പ് ജാക്കറ്റ്, വി ഹാവ് ഗിവൺ എ ക്യാച്ചി ഹെഡിങ്. ഇത് തന്നെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, ഇത് കൊടുത്താലും ഒരു കുഴപ്പമില്ല. അപ്പൊ എന്താ, മാർത്ത വിൻസ് സ്കോളർഷിപ്പ് ജാക്കറ്റ് ഇസ് എ വെരി സിമ്പിൾ ഹെഡിങ്. എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു ഹെഡിങ് ആണ്. എന്ത്, മാർത്തയാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് വിൻ ചെയ്തത്. ആൻഡ് ദി സബ്ലൈൻ, ആരാണ് എഴുതിയത് എന്നുള്ളതല്ലേ സബ്ലൈൻ വരുന്നത്. സ്റ്റാഫ് റിപ്പോർട്ടർ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ടെക്സാസ് ഇസ് ദ പ്ലേസ് നെയിം, പ്ലേസ് നെയിം ആണ് ടെക്സാസ് എന്ന് കൊടുത്തിട്ടുള്ളത്. നോക്കിക്കേ, ദിസ് ഇയേഴ്സ് പ്രസ്റ്റീജിയസ് സ്കോളർഷിപ്പ് ജാക്കറ്റ് awarded by public school goes to Martha, a Mexican girl. ലീഡ് ഓഫ് ദി ന്യൂസ് വന്നു കഴിഞ്ഞല്ലോ മക്കളെ. നോക്കിക്കേ, എന്താ ലീഡ് ഓഫ് ദി ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെക്സിക്കൻ ഗേൾ മാർത്ത അവാർഡ് വിൻ ചെയ്തു. ഏത് അവാർഡ്, സ്കോളർഷിപ്പ് ജാക്കറ്റ് വിൻ ചെയ്ത് കഴിഞ്ഞു, അതാണ് ലീഡ് അല്ലെ. അപ്പൊ എന്താ, ഇനി അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മുടെ ബോഡിയിൽ വരിക. ഇറ്റ് ഈസ് എൻ അവാർഡ് ട്രഡീഷണലി ഗിവൺ ടു ദി ഓണർ ടു ദി ബെസ്റ്റ് സ്റ്റുഡന്റ്. ഏറ്റവും നല്ല സ്റ്റുഡന്റിന്
യെസ്, ഏറ്റവും നല്ല സ്റ്റുഡന്റിന് എന്താണ് യൂണിറ്റ് 3 and 4 ആണ് കേട്ടോ നമുക്കുള്ളത്. യെസ്, ഏറ്റവും നല്ല സ്റ്റുഡന്റിന് അവാർഡ് ചെയ്യുന്ന ബെസ്റ്റ് അവാർഡ് കൊടുക്കുന്നതാണ് ഈ നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എന്താ ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റിൽ ഒരു യെസ് ഗോൾഡൻ ലെറ്റേഴ്സിൽ എസ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. വിൻ ചെയ്യുന്ന ആളുടെ പേരും അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ഇയേഴ്സ് അവാർഡ് ഇസ് ദാറ്റ് the winner comes from an agricultural family. ഒരു അഗ്രികൾച്ചറൽ ഫാമിലിയിൽ നിന്ന് വരുന്നു എന്നുള്ളത് തന്നെ ഈ തവണത്തെ അവാർഡിനെ വ്യത്യസ്തമാക്കുന്നു എന്ന് പറഞ്ഞു വെച്ചു. ക്ലിയർ ആയോ? I feel immensely happy to receive this scholarship jacket, said Martha. ലാസ്റ്റ് എങ്ങനെ എൻഡ് ചെയ്തത്? മാർത്തയുടെ ഒരു കമന്റോട് കൂടി അത് എൻഡ് ചെയ്യുവാണ്. എന്താ, ഞാൻ വളരെ ഹാപ്പിയാണ്, ഇത്തരത്തിലുള്ള ഒരു അവാർഡ് വിൻ ചെയ്തതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നതോടെ നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കഴിഞ്ഞു. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാൻ സമയം കളയുന്നില്ല. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫോർമാറ്റ് ആൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഡയറി എൻട്രി. എല്ലാ ചോദ്യ പേപ്പറുകളിലും ഓർ ക്വസ്റ്റ്യൻ ആയിട്ടും അല്ലാതെ ആയിട്ടും കണ്ടുവരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഡയറി എൻട്രി. നമ്മൾ പല ക്ലാസ്സിലും നമ്മുടെ ആഫ്റ്റർ ക്ലാസ്സിലും ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഡയറി എൻട്രി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഒന്നും കൂടെ പറയാം. ഡേറ്റ് ശ്രദ്ധിക്കണം അല്ലെ? ഡേറ്റ് ഇടാതെ ഒരു ഡയറിക്ക് റിലവൻസ് ഇല്ല. എന്നാണ് സംഭവം നടക്കുന്നത് അതായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഡയറിയിൽ എഴുതേണ്ടത്. ഓക്കെ, ആൻഡ് ഓൾസോ അതെന്താണ്, നമ്മൾ ഈ ലിങ്ക്സ് നമ്മുടെ സ്റ്റുഡൻസിന് ഷെയർ ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മൾ യൂട്യൂബിൽ ലൈവ് പോകുന്നുണ്ട്. പ്രീവിയസ് സ്ലൈഡ്സ് വേണം, അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞത് മനസ്സിലായില്ല, കണ്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി ക്ലാസ് എടുത്ത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. എവറിബഡി ഹാസ് ദി ഓപ്പർച്യൂണിറ്റി ടു സീ ദി ക്ലാസ് അഗൈൻ ഇൻ 90+ മൈ ട്യൂഷൻ ആപ്പ് എന്ന് പറഞ്ഞ ചാനലിലാണ് നമ്മൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് സീ ഇറ്റ് അഗൈൻ. ഓക്കെ, ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ചെയ്യുന്നില്ല. നമുക്ക് വേഗം പോകേണ്ടതുണ്ട്, ബ്രേക്ക് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സ് വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതർവൈസ് ഇവിടെ കമന്റ് ചെയ്താലും ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ടാവും. പ്രീവിയസ് സ്ലൈഡ്സിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു സാധ്യത ഇല്ലാത്തതിനാൽ നിങ്ങൾ ഒന്ന് ബാക്ക് അടിച്ചിട്ട് കാണുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, പോയിന്റ്സ് ടു റിമെമ്പർ. എന്താണ് ഒരു ഡയറിനെ വ്യത്യസ്തപ്പെടുത്തുന്നത്? അവിടുത്തെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ ആൻഡ് എക്സ്പ്രഷൻ ആണ്. ഒരു ഡയറി എൻട്രിയിൽ എങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ട് അത് എഴുതി, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ റിലവന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ, ആ ഒരു സ്ഥലത്ത് നമ്മൾ നിന്ന പോലെ തോന്നണം വായിക്കുന്ന ടീച്ചർക്ക്. എന്നാലല്ലേ മാർക്ക് വീഴുള്ള പേപ്പറില്. അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. യു ഷുഡ് റൈറ്റ് ആസ് ഇഫ് യു ഹാവ് റിയലി ബീൻ എ പാർട്ട് ഓഫ് ദ സിറ്റുവേഷൻ. അവിടെ ഉണ്ടായിരുന്നത് പോലെ തന്നെ വേണം ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ. അതായത് ഐ എന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലേ നമ്മൾ ഡയറി എഴുതും, അല്ലാതെ ഹി വാസ് പറഞ്ഞിട്ട് എഴുതുമോ? ഇല്ല, അങ്ങനെ ആയിരിക്കും എഴുതുന്നത്. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫസ്റ്റ് പേഴ്സൺ നറേഷൻ. ആൻഡ് വാട്ട് വി ഹാവ് എക്സ്പീരിയൻസ്ഡ്, എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ആയിരിക്കും എന്ത് ചെയ്യുക, ആ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ അവിടെ എഴുതുന്നുണ്ടാവുക. ഓൺലി മാറ്റേഴ്സ് ഇസ് എന്താ, നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതുന്നുണ്ടാവുള്ളൂ. സോ ക്യാൻ യു ജസ്റ്റ് റിമൂവ് ദാറ്റ് tab. Okay, it is a secret record of one's life. ഒരാളുടെ ജീവിതത്തെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ സീക്രട്ട് റെക്കോർഡിക്കലാണ് ഡയറി എന്ന് പറയുന്നത്. പക്ഷെ എക്സാമിന് നമ്മുടെ എക്സാമിനർ ഒക്കെ കാണും അല്ലെ? ആ എക്സാമിനർ ഒക്കെ കാണും. സോ ലാസ്റ്റ് ലൈൻ ഇപ്പൊ കാണാലോ, എന്താണ് എക്സാമിനർ ഒക്കെ അത് കാണും. സോ ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. അതൊരു ഓണസ്റ്റ് അക്കൗണ്ട് ആണ്, സത്യസന്ധമായി നമ്മുടെ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് എഴുതുന്നതാണ്. അപ്പൊ വരാൻ സാധ്യതയുള്ള ചോദ്യം ഡയറി എൻട്രി, നമ്മുടെ മാർത്തയുടെ ഡയറി എൻട്രി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ നമ്മുടെ ചാപ്റ്ററുകളിൽ നിന്ന് ഡയറി എൻട്രി സിസ്റ്റം പോലെ ചോദിക്കാം. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയി എബോ മേഡിനകത്ത് AJ ക്രോണിന്റെയോ അല്ലെങ്കിൽ ജോണിന്റെയോ ഒക്കെ ക്യാരക്ടറും ഡയറി എൻട്രിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ പോകുന്നത് എങ്ങനെയായിരിക്കും ഒരു ഡയറി എൻട്രി എഴുതുന്നത്? ഫ്രൈഡേ 1 September 2017 10 മണിക്കാണ് ഡയറി എഴുതുന്നത് എന്ന് വിചാരിക്കാം. Thank God I'm safe and happy now in this new house, neat and comfortable, and have here good neighbors too. I should be thankful to my friends for arranging this house for me. Yesterday I met. ഇതൊരു കോമൺ ഡയറി ആണ്. ഇപ്പൊ ഒരു ഡയറി എഴുതുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. ഇത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷെ ഒരു ജനറൽ ഒരു സാധനമാണ് അല്ലെ? അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഒരു സംഭവം നടന്നു, അതിനെ പറ്റി നമ്മൾ എഴുതിയിരിക്കുന്നതാണ്. ഇതെന്താ, സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നുള്ള ഒരു ഇതാണ്. നമ്മുടെ ഓണം എക്സാം പോർഷൻ നിന്ന് സ്നേക്ക് ആൻഡ് മിററിൽ നിന്ന് 2017 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ ഓണം എക്സാം പോർഷൻസും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. സോ ദിസ് ഇസ് ഫ്രം സ്നേക്ക് ആൻഡ് മിറർ. അപ്പൊ അതിനകത്ത് നടന്ന ഒരു സംഭവത്തിന് ഒരു ഡയറി ആയിട്ട് എഴുതിയാൽ എങ്ങനെ ഇരിക്കും? അതേ മോഡലിൽ തന്നെ നിങ്ങളുടെ അടുത്ത് മാർത്തയുടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയപ്പോൾ മേടിനകത്തുനിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്.
ആൻഡ് നോക്കിക്കേ സീൻ ഇറ്റ്സ് വോൺ ബ്യൂട്ടി, അത് ഞാൻ വായിക്കുന്നില്ല. ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ടാവുക. എങ്ങനെ ഒരു ഡയറി എഴുതാം. ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കേ. മാർത്ത ഫെൽറ്റ് വെരി സാഡ് വെൻ ഷീ ഓവർഹേർഡ് ദി ആർഗ്യുമെന്റ് ബിറ്റ്വീൻ മിസ്റ്റർ സ്മിത്ത് ആൻഡ് മിസ്റ്റർ ബൂണി. ഇവർ തമ്മിലുള്ള വർത്താനം, സംസാരം, ആർഗ്യുമെന്റ് കേട്ടപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമായി. ഇൻ ദ സ്റ്റോറി ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് വാട്ട് മേ ബി ദ ഡയറി എൻട്രി ഓഫ് മാർത്ത. ഡയറി എൻട്രി നമ്മുടെ ക്യാപ്സ്യൂൾ നോട്ടിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ മാർത്ത അന്ന് വൈകിട്ട് ഒരു ഡയറി എഴുതിയാൽ അത് എങ്ങനെ ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. നോക്കിക്കേ. എന്താ ഡേറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 2nd December 2016 സാറ്റർഡേ 10 PM എന്ന് കൊടുത്തിരിക്കുന്നു. ഡേറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല, ഒരു ഔട്ട്ലൈൻ കൊടുത്തേക്കാം. ആൻഡ് എക്സ്പ്രഷൻസ് ആണ് അല്ലെ, എക്സ്പ്രഷൻസ്, വണ്ടർ, എക്സ്ക്ലമേഷൻസ് ഒക്കെയാണ്. അപ്പൊ നോക്കിയേ, oh what a bad day it was, my dreams have come to an end, my expectations are all gone to air. It was by coincidence that I went to the classroom to take my shots for the PE. On reaching there I overheard two people talking. Mr. Smith and Mr. Booney were talking about me. Mr. Smith was talking in favor of me, but Mr. Booney was for Joanna. He said that Joanna's father was a member of the board. And how could he be the reason like that? അങ്ങനത്തെ ഒരു കാരണം എങ്ങനെ ഇവർ പറഞ്ഞു? He should not have thought like that. This is a scholarship jacket that one gets for maintaining highest grades for 8 years. I am thankful to Mr. Smith for supporting me. May God find a way. ഇതെന്താ, അവളുടെ അന്നത്തെ ദിവസത്തെ ഡയറിയാണ്. അതിൽ സങ്കടമുണ്ട്, ഓൾറെഡി എന്താണ് എനിക്ക് ഇത് കിട്ടാത്തതിലുള്ള വിഷമമുണ്ട്, ഒപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത ആ ആർഗ്യുമെന്റ് കേട്ടതിന്റെ വിഷമത്തിൽ അന്ന് നൈറ്റ് അവളൊരു ഡയറി എഴുതിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? അപ്പോ ഒരു ഡയറി എൻട്രി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഡയറി എൻട്രിയുടെ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി കണ്ട് കഴിഞ്ഞു. ഇനി അതിനകത്ത് ഇമ്പോർട്ടന്റ് ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഫ്രേസൽ വെർബ്സ് നമ്മൾ ഓൾറെഡി നോക്കി. ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഗ്രാമറിലേക്ക് പോവാം അല്ലെ. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറഞ്ഞ അടിപൊളി ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട്. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ആണ്. നോക്കിയാലോ? റെഡി ആണെങ്കിൽ ഹാർട്ട് വിത്ത് ഫയർ ഇട്ടെ മക്കളെ. റെഡി ആണെങ്കിൽ ഹാർട്ട് വിത്ത് ഫയർ ഇട്ടെ. യെസ്, സെറ്റ് അല്ലേ? എല്ലാവരും സെറ്റ് അല്ലേ? യാ, സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ബെസ്റ്റ് ഇൻവെസ്റ്റ് എജെ ക്രോണിന്റെ പ്രൊഫൈൽ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എജെ ക്രോണിനാണ് ഇത് എഴുതിയതെന്ന് ഓൾറെഡി അറിയാം. ഹി വാസ് എ ഡോക്ടർ ഇൻ ലണ്ടൻ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഹി വാസ് എ ഡോക്ടർ ഇൻ ലണ്ടൻ ആൻഡ് ഹി വാസ് റിട്ടേണിംഗ് ഫ്രം ന്യൂയോർക്ക്. ന്യൂയോർക്കിൽ നിന്നൊരു എന്താണ് ഷിപ്പ് യാത്രയിലാണ് ആരെ കാണുന്നത്? ജോണിനെ കാണുന്നത്. ആൻഡ് ഹി വാസ് ഇഗ്നോറിംഗ് കംപ്ലീറ്റ്ലി. ഇതിനകത്ത് എഡിറ്റിംഗ് ക്വസ്റ്റ്യനും ഫ്രേസൽ വെർബ്സ് ക്വസ്റ്റ്യൻസും ഒക്കെ വരാറുണ്ട് കേട്ടോ. അപ്പൊ എന്താ, ഹി ഇനീഷ്യലി ഇഗ്നോർഡ് ഹിം സിൻസ് ഹി അവോയ്ഡ് എനി എംബാരസിംഗ് ഷിപ്പ് ബോർഡ്. അങ്ങനെ പരിചയപ്പെടുന്നൊന്നും വലിയ താല്പര്യം ആർക്കില്ലായിരുന്നു. നമ്മുടെ എജെ ക്രോണിന് ഒത്തിരി ആൾക്കാരോട് സംസാരിക്കുന്ന വലിയ താല്പര്യമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കഥയിൽ കാണുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നറേഷൻ ചോദിക്കുവാണെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപകാരപ്രദമായിരിക്കും. ഡോക്ടർ ക്രോണിൻ നോട്ടീസ്ഡ് ദാറ്റ് ദ മാൻ വാസ് ലുക്കിംഗ് അറ്റ് ഹിം earnestly once more. ആരും തന്നെ കാര്യമായിട്ട് നോക്കുന്നതായിട്ട് കാണുന്നു. ആൻഡ് ദെൻ ദിസ് ടൈം ഹി വാസ് accompanied by a lady, his wife. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം കണ്ടപ്പോ കൂടത്തിൽ ഒരു സ്ത്രീ കൂടെ ഉണ്ട്. മേ ബി അദ്ദേഹത്തിന്റെ വൈഫ് ആയിരിക്കും. ദാറ്റ് ഈസ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺ ആണ്. അവർ ലണ്ടനിൽ നിന്നാണെന്ന് ആര് പറഞ്ഞു? നമ്മുടെ ക്രോണിന്റെ ഫ്ലൈറ്റ് അസിസ്റ്റന്റ് ആരോട് പറയാണ്? മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺ ആണ്. അത് അവര് ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയാണ് എന്നുള്ള അർത്ഥത്തിൽ ആര് പറയാണ്? ഫ്ലൈറ്റിന്റെ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അറ്റൻഡന്റ് അദ്ദേഹത്തോട് പറഞ്ഞു വെക്കുന്നു. ദി മാൻ അപ്രോച്ച്ഡ് ഡോക്ടർ ക്രോണിൻ ഓൺ ദി ഫൈനൽ ഡേ. അങ്ങനെ അവസാനത്തെ ദിവസം സർവ്വധൈര്യവും സംഭരിച്ച് എജെ ക്രോണിന്റെ അടുത്ത് വന്നിട്ട് എന്നെ അറിയാമോ എന്ന് ചോദിച്ചു അല്ലെ. ഹി ഹാൻഡഡ് ഡോക്ടർ ക്രോണിൻ ഹിസ് ബിസിനസ് കാർഡ് ആൻഡ് ആസ്ക്ഡ് വെദർ ഹി റെക്കഗ്നൈസ്ഡ് ഹിം. എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. ദി മാൻ ആഡഡ് ദാറ്റ് ഹി ആൻഡ് ഹിസ് വൈഫ് ഹാഡ് ബീൻ ഇൻ ദി ഫീൽഡ് ഓഫ് സോഷ്യൽ വർക്ക് ഫോർ 15 ഇയേഴ്സ്. 15 വർഷത്തോളം. അപ്പൊ ഈ ജോണിന്റെ സർവീസിനെ ഒക്കെ അനുമോദിച്ചുകൊണ്ട് നിങ്ങളുടെ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ നടത്തും എന്ന് വിചാരിക്കാം. അതിന്റെ ഒരു നോട്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നോട്ടീസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ഇൻവൈറ്റിംഗ് ലെറ്ററും വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഡോക്ടർ ക്രോണിൻ വാസ് അൺഏബിൾ ടു റീകോൾ ഇറ്റ് ലേറ്റർ. പക്ഷെ ഡോക്ടർ ക്രോണിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അത് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. ആരാണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. Then the man said something to Dr. Cronin. പതുക്കെ ചെവിയിൽ എന്തോ പറയുന്നുണ്ട് അല്ലെ, എന്താ സംഭവം എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദ്യ പേപ്പറിൽ കണ്ടുവരുന്നതാണ്. എജെ ക്രോണിൻ ആൻഡ് ഓൾസോ ജോൺ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പഠിച്ചു വെക്കേണ്ട ചോദ്യമാണ്. ആൻഡ് ഹി റീകോൾഡ് എ ഹോറിബിൾ ഇവന്റ് ദാറ്റ് ഒക്കർഡ് 25 years ago. 25 വർഷം മുമ്പ് നടന്ന ആ ഒരു ഇൻസിഡന്റിനെ പറ്റി അവിടെ മെൻഷൻ ചെയ്യുന്നു.
പിന്നീട് എന്താ സംഭവിക്കുന്നത്, അവിടെ വരുന്ന 4 ലാൻഡ് ലേഡി, സർജൻ ആൻഡ് ഡോക്ടർ ക്രോണിൻ ആൻഡ് ഓൾസോ നമ്മുടെ യങ് ബോയ്, ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കഥകളെല്ലാം പറയുന്നുണ്ട്. ആ ഇൻസിഡന്റ് നറേറ്റ് ചെയ്തുകൊണ്ട് നറേഷൻ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട്. ക്ലിയർ അല്ലേ? വൺസ് എ പോലീസ്, യെസ് ഷിപ്പ് തന്നെയാണ് അലൻ എബ്രാഹിം. വൺസ് എ പോലീസ് സർജൻ അപ്രോച്ച്ഡ് ഡോക്ടർ ക്രോണിൻ, ഷിപ്പ് തന്നെയല്ലേ പറഞ്ഞത്? യെസ്, ഓ ഫ്ലൈറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞതുകൊണ്ടാണോ? യാ, ഡോക്ടർ ക്രോണിൻ ആൻഡ് റിക്വസ്റ്റഡ് ഹിം ടു അറ്റൻഡ് എ സൂയിസൈഡ് കേസ്. അപ്പൊ സൂയിസൈഡ് കേസ് അറ്റൻഡ് ചെയ്യാൻ ഒരു രാത്രി ഇദ്ദേഹത്തെ കൂട്ടി പോവാണ് നമ്മുടെ പോലീസ് സർജൻ, ആൻഡ് ദാറ്റ് വാസ് ജോൺ അല്ലേ, അത് ജോൺ ആയിരുന്നു. ആൻഡ് ആ സമയത്ത് അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? ഹി വാസ് ഇൻ എ പതറ്റിക് സിറ്റുവേഷൻ, ഇപ്പൊ മരിക്കും എന്നുള്ള അവസ്ഥയിൽ ജോൺ കിടക്കുന്നു. ആഫ്റ്റർ അവേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർജൻ ആൻഡ് ലാൻഡ് ലേഡി ഓഫ് ദ ലോഡ്ജ്, ഡോക്ടർ ക്രോണിൻ കുഡ് ബ്രിങ് ഹിം ബാക്ക് ടു ലൈഫ്. അവസാനം ജീവിതത്തിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ആ ജോൺ ആണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നത്. ആഫ്റ്റർ റീഗെയിനിങ് ഹെൽത്ത്, ഇദ്ദേഹം ഡിസൈഡ് ചെയ്യുന്നു എന്താണ്? ജോൺ വാസ് an orphan and he decided to give service to the people. എല്ലാവർക്കും എന്താണ് സർവീസ് കൊടുക്കാൻ ഇവൻ ആഗ്രഹിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ്? and he was an orphan. his uncle എന്ത് ചെയ്യുന്നുണ്ട്? അവനെ ടൗണിൽ ജോലിക്ക് കൊണ്ടുപോകുന്നു. and what happened to him? ആ ഒരു യങ്ങർ ഏജില് അവൻ എന്താണ് ശരിയെന്നൊന്നും അറിയത്തില്ലാത്തത് കൊണ്ട് he has done plenty of things, that is എന്താ ഒരു മിസ്റ്റീവിയസ് കാര്യങ്ങളിലൊക്കെ പോകുന്നു, spending money on all sort of things and gambling, and അവസാനം എല്ലാം ലോസ്റ്റ് ആവുന്നു. and in the end he was എന്ത് ചെയ്യുന്നുണ്ട്? മോഷ്ടിക്കുന്നുണ്ട് അല്ലെ, ഓഫീസിൽ നിന്ന് മോഷ്ടിക്കുകയാണ്. മണി ഫ്രം സ്റ്റോൾസ് മണി ഫ്രം ഹിസ് ഓഫീസ് ആൻഡ് ഗാംബിൾഡ് ഇറ്റ് ടു, അതും ഗാംബിളിംഗിൽ വെക്കുകയാണ്. ഹി ലോസ്റ്റ് എവറിത്തിങ് ആൻഡ് ഫൈനലി ഡിസൈഡഡ് ടു എൻഡ് ഹിസ് ഓൺ ലൈഫ് ഫിയറിംഗ് എ പോസിബിൾ പ്രോസിക്യൂഷൻ ഫോർ ദി തെഫ്റ്റ്. എന്തായി? കള്ളത്തരത്തിന് എന്തായാലും തനിക്ക് നല്ല ശിക്ഷ കിട്ടുന്ന ഓർത്ത് പേടിച്ചിട്ടാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്? സൂയിസൈഡ് ചെയ്യാൻ ട്രൈ നടത്തുന്നത്. ബട്ട് ദാറ്റ് വാസ് എന്താ, ഇവരെല്ലാരും കൂടി പുള്ളിനെ രക്ഷപ്പെടുത്തി അല്ലെ. ഹിയറിംഗ് ദിസ് പതറ്റിക് സ്റ്റോറി, ദ ട്രിയോ ആരാണ്? അതിലെ 3 ആൾക്കാർ ആരാണെന്നുള്ളതും അവർ ചെയ്തത് എന്താണെന്നുള്ളതും വെരി ഇമ്പോർട്ടന്റ്. എ.ജെ. ക്രോണിൻ, ദ സർജൻ ആൻഡ് ദ ലാൻഡ് ലേഡി ഡിസൈഡഡ് ടു ഹെൽപ്പ് ഹിം ടു മേക്ക് എ ഫ്രഷ് സ്റ്റാർട്ട് ഇൻ ഹിസ് ലൈഫ്. ഓക്കെ, ഇനി ഫോർ ജോൺ ഇറ്റ് വാസ് ലൈക്ക് എ സെക്കൻഡ് ലൈഫ്. ഒരു സെക്കൻഡ് ലൈഫ് കിട്ടിയതുപോലെയായിരുന്നു ജോണിന് ആ ഒരു കാര്യം. ഹി ഡിറ്റർമൈൻഡ് ടു ചേഞ്ച് ഹിസ് ലൈഫ് ആൻഡ് ടു മേക്ക് എ ന്യൂ ബിഗിനിങ്. പുതിയൊരു ജീവിതം ആരംഭിക്കണം എന്നുള്ള ഒരു കാര്യം ഓർക്കാണ്. ദി യങ് മാൻ വാസ് നൗ സക്സസ്ഫുൾ. ഇപ്പോൾ ഒരു സോഷ്യൽ വർക്കർ ആയിട്ട് 15 ഇയേഴ്സ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റിനെ വിവരിച്ചുകൊണ്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, നോട്ടീസ് അല്ലെങ്കിൽ ഇൻവൈറ്റിംഗ് ലെറ്റർ ഒക്കെ ചോദിക്കാറുണ്ട്. കോൺവെർസേഷനും വന്ന് കാണുന്ന ചോദ്യമാണ് കേട്ടോ. ഡോക്ടർ ക്രോണിൻ റിയലൈസ്ഡ് ദാറ്റ് ഹിസ് സ്മോൾ ഇൻവെസ്റ്റ്മെന്റ് ഹാഡ് ടേൺഡ് ഔട്ട് ടു ബി ദ ബെസ്റ്റ് decision he had ever made. അന്ന് അവന് വേണ്ടി ചെലവാക്കിയ ആ പൈസയാണ് തന്റെ ജീവിതത്തിലെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ആര് വിചാരിക്കുന്നു? എ.ജെ. ക്രോണിൻ വിചാരിക്കുന്നു എന്ന് പറയുന്നു. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്, സ്പീച്ച് ചോദ്യം വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് എ ജനറൽ ക്വസ്റ്റ്യൻ. ഡ്രഗ് അബ്യൂസിനെതിരെ ഒരു സ്പീച്ച് പറഞ്ഞാൽ അതിനെ പറ്റി ചോദ്യം വരാറുണ്ട്. അല്ലെങ്കിൽ എന്താ, ഒരു അഡോളസെന്റ് ഏജിലുള്ള കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയറൽ പാറ്റേൺ എന്താണ്, അവരെ എങ്ങനെ സേവ് ചെയ്യാം, അല്ലെങ്കിൽ പ്രിക്വേഷണറി മെത്തഡോളജീസ്, അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിനെതിരെ എന്ത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻസും സ്പീച്ച് ആയിട്ടോ റൈറ്റപ്പ് ആയിട്ടോ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നറേറ്റീവ് ക്വസ്റ്റ്യൻസ് വന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. ലെറ്റർ പല രീതിയിലാവാം. ജോൺ ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞാൽ, ജോൺ ആർക്ക് ലെറ്റർ എഴുതുന്നു? എ.ജെ. ക്രോണിന് ഒരു ലെറ്റർ എഴുതിയാൽ അതെങ്ങനെയായിരിക്കും? എ.ജെ. ക്രോണിൻ ജോണിന് ഒരു ലെറ്റർ എഴുതുന്നതായിട്ടും കൊടുക്കാൻ പറ്റും. അനദർ ലെറ്റർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ബൈ ജോൺ. ജോൺ തന്നെ മറ്റൊരു ലെറ്റർ തന്റെ സുഹൃത്തിന് കൊടുക്കുകയാണെങ്കിൽ ആ ലെറ്റർ എങ്ങനെ ആയിരിക്കും? ഇതെല്ലാം എന്താണ്, നമ്മുടെ ചോദ്യ പേപ്പറിൽ വന്ന ചോദ്യങ്ങളാണ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ജോണിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതാം. ഇനി 2022 കൈൻഡ്നെസിനെ പറ്റി അല്ലെങ്കിൽ കമ്പാഷനെ പറ്റി ഒരു റൈറ്റപ്പ് എഴുതാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാ? ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡിനെ ബേസ്. കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ കാരുണ്യം കാണിക്കുന്നതിനെ, സ്നേഹം കാണിക്കുന്നതും ഒക്കെ എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ള അർത്ഥത്തിൽ എഴുതുന്നതാണ് കേട്ടോ. റൈറ്റപ്സ് അബൌട്ട് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവണം, ഒരു ഷോർട്ട് പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ടാവണം. നോട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു നോട്ടീസ് എഴുതാം, കണ്ടിട്ടില്ല അല്ലെ, വരുന്നതേ ഉള്ളൂ. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെ എഴുതുന്നു? മാർത്തയുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് വിൻ ചെയ്തതിനെ പറ്റിയുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമ്മൾ കണ്ടു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം എക്സാമിന് പോവാൻ. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതാണ് റീഡ് ദ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് റീഡ് ദ പാസേജ് ഫ്രം ദ സ്റ്റോറി ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. ഇതെന്താണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന അതേ പാസേജ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫ് ആണ്. അത് അങ്ങനെ തന്നെ തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യും, ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. ഹു ഇസ് ദി ഐ റെഫേർഡ് ഇൻ ദിസ് പാസേജ്, വേർ ഡസ് ദി ഇൻസിഡന്റ് ടേക്ക് പ്ലേസ്, എവിടെയാണ് ഈ സംഭവം നടന്നത്, പിക്ക് ഔട്ട് ദി വേർഡ് ദാറ്റ് മീൻ ബോർഡം എന്ന അർത്ഥം വരുന്ന വാക്ക് കണ്ടുപിടിക്കുക, TDM. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇതാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഈ ഒരു പാരഗ്രാഫിന് പകരം പോം
വന്നിട്ട് പോയിന്റ് നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മിസ്റ്റർ ജോണിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതിയാൽ അതിലെ ഏതൊക്കെ പോയിന്റ്സ് ആണ് ഉറപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട 5-6 പോയിന്റ്സ് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ഹി ഈസ് എ മാൻ ഇൻ ഹിസ് 40s. മിസ്റ്റർ ജോൺ ഇപ്പൊ ഏകദേശം 40 വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഷോർട്ട് ബിൽഡ് വിത്ത് ഫെയർ കോംപ്ലക്സ്. Ma'am, if John says to doctor, it is because of you that I stand here today, then doctor's reply is never mentioned. It's really turned out to be the best investment I ever made. Is this okay? Okay, and Bobby Anil. Okay, he has brown thin hair that stopped growing at the front of the head. അദ്ദേഹത്തിന് ഒരു അത്യാവശ്യം കഷണ്ടി ആയിട്ടുള്ള ഒരു തലയുടെ കാര്യമൊക്കെ അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ബ്ലാക്ക് ഹെയർലെസ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹി ഈസ് യൂഷ്വലി സീൻ ഇൻ എ സ്യൂട്ട് ആൻഡ് സോബർ ടൈപ്പ്. ഫിസിക്കൽ അപ്പിയറൻസിനെ കോട്ട് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ്. എങ്ങനെയായിരുന്നു അപ്പിയറൻസ് എന്നുള്ള കാര്യം. അതുപോലെ ഒരു റിംലെസ് സ്പെക്ടിക്കിൾ, ഒരു കണ്ണാടി അല്ലെങ്കിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഹി വാസ് എന്താ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഗ്രേവ് ആൻഡ് റിസർവ്ഡ് പേഴ്സണാലിറ്റി. ഇങ്ങനെ ഒത്തിരി സംസാരിക്കുന്ന, അങ്ങനത്തെ മുന്നോട്ട് കയറി സംസാരിക്കാൻ വരുന്ന ഒരു ഫോർവേഡ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. ഹീസ് എ സോളിസിറ്റർ. സോളിസിറ്റർ എന്ന് പറഞ്ഞാൽ ലീഗൽ അഡ്വൈസർ ലൈക്ക് ഉള്ള ഒരാളാണ്. ഗ്രാമർ പഠിപ്പിക്കും, ഉടനെ തന്നെ പഠിപ്പിക്കും. ഡയറക്ടർ ഓഫ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഡിവോട്ടഡ് ടു ദ കെയർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ആ ഒരു സർവീസ് ചെയ്യുന്നതിനെ പറ്റിയും നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ചിൽ മെൻഷൻ ചെയ്യാം. ഹിസ് വൈഫ് ആൻഡ് ഹി ഈസ് കമ്പൈനിങ് ടുഗദർ. അവർ രണ്ടും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതായത് അവിടെ അടുത്ത പോയിന്റ് വന്നു. വൈഫ് ഓൾസോ ഹെൽപ്ഡ് ഹിം ഡൂയിങ് ദി ചാരിറ്റി വർക്ക്. ചാരിറ്റി വർക്ക് ചെയ്യാൻ വൈഫും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. ബിഫോർ 25 years he was an orphan. അന്ന് ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ഒരു അനാഥനായിരുന്നു. ആൻഡ് വാസ് utterly friendless. എന്ത് സംഭവിച്ചു ഇദ്ദേഹത്തിന്? എനിക്ക് കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗാംബ്ലിംഗിലൊക്കെ പോയി പെട്ടിട്ട് ഐ സ്റ്റോൾ സം മണി ഫ്രം ദി ഓഫീസ് ഹി വാസ് വർക്കിംഗ് ഇൻ. അങ്ങനെ ഓഫീസിൽ നിന്ന് തെഫ്റ്റിന് പിടിക്കപ്പെട്ടാലോ എന്ന് വിചാരിച്ച് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച ആളാണ്. അറ്റംപ്റ്റഡ് ടു കമ്മിറ്റ് സൂയിസൈഡ് എന്ന് എഴുതണം കേട്ടോ. കമ്മിറ്റഡ് സൂയിസൈഡ് എന്ന് എഴുതിയ തെറ്റിപ്പോവും. ഡോക്ടർ കോൾഡ് ക്രോണിൻ. പിന്നീട് ക്രോണിൻ ആണ് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി അവിടെ വരുന്നത്. ക്രോണിൻ, ലാൻഡ് ലേഡി ആൻഡ് ഓൾസോ ദ സർജൻ വാസ് എ ബിഗ് പാർട്ട്, അല്ലെങ്കിൽ ഒരു നല്ല റോള് ഇദ്ദേഹത്തിന്റെ ലൈഫിൽ പ്ലേ ചെയ്ത ആൾക്കാരാണ്. ആഫ്റ്റർ ദിസ് ഇൻസിഡന്റ് ജോൺ ബിക്കം എ ഗ്രോൺ അപ്പ് പേഴ്സൺ ആൻഡ് ഹി സാക്രിഫൈസ് ഹിസ് ബിലോങ്ങിങ്സ് ഫോർ ഹെൽപ്പിംഗ് ഓർഫൻ കിഡ്സ്. അനാഥരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ ജോൺ. അപ്പൊ ക്യാരക്ടർ സ്കെച്ചിൽ ഇത്രയും പോയിന്റ്സ് എങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. ഇനി ഒരു സ്പീച്ച് ക്വസ്റ്റ്യൻ നോക്കിക്കേ. The Youth Welfare Organization has decided to honor Mr. John for his valuable contribution he has made to the society by rehabilitating the maladjusted and the delinquent youth, being the secretary of the organization. ഇനി നിങ്ങൾ ആരാ? സെക്രട്ടറി ആണ്. അപ്പൊ നിങ്ങളൊരു സെക്രട്ടറി ആയ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യണം? ഒരു സ്പീച്ച് എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ ആ സ്പീച്ച് എങ്ങനെ പറയാം എന്നാണ് ചോദ്യം. ഇപ്പൊ നിങ്ങൾ ആരാ? സെക്രട്ടറി ആണ്. അപ്പൊ എക്സാമിന്റെ പറയുകയാണ്, നിങ്ങൾ തൽക്കാലത്തേക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ സെക്രട്ടറി ആണ്. ആരുടെ? യൂത്ത് വെൽഫെയർ ഓർഗനൈസേഷന്റെ സെക്രട്ടറി ആണ്. അപ്പൊ ആ സെക്രട്ടറി ആയിട്ട് നിങ്ങളോട് പറയാണ് ഒരു സ്പീച്ച് അങ്ങോട്ട് പറയണം അല്ലെ, ഒരു പ്രസംഗം പറയണം. ആ പ്രസംഗം എങ്ങനെയായിരിക്കും എഴുതുന്നത് നോക്കാം. ഇവിടെ റെസ്പെക്ട് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സിന് വരെ നിങ്ങളെ വേറൊരു സാധനം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി. ആ സാധനം ഒന്ന് നോക്കിയിട്ട് പോവാ. പ്ലസ് നമ്മുടെ ആഫ്റ്റർ ക്ലാസ് കാണാത്തവർ എങ്ങനെ ഒരു സ്പീച്ച് എഴുതാം എന്നുള്ളത് 90+ സ്റ്റുവർട്ട് ഷോർട്ട് ഡിസ്കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിലില് 90+ കേരള ചാനലില് നമ്മൾ 2 ആഫ്റ്റർ ക്ലാസ്സസ് പോയിട്ടുണ്ട്. അത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫോർമാറ്റ്സിൽ ക്ലാരിറ്റി കിട്ടും. റൈറ്റ് അപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. യെസ്, ഓഫ് കോഴ്സ് ഷംസീന. റൈറ്റ് അപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജനറൽ ടോപ്പിക് തന്നിട്ട് അതിനെപ്പറ്റി നമ്മൾ എസ്സേ ഒക്കെ എഴുതില്ലേ, എസ്സേ പോലെ തന്നെ. ചിലപ്പോൾ അത് ഷോർട്ട് ആയിരിക്കും, എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് അതനുസരിച്ചിട്ട് ആ ടോപ്പിക്കിനെ പറ്റി ഒന്ന് എഴുതുകയെന്നേ ഉള്ളൂ. അതിപ്പം ചിലപ്പോൾ നമ്മുടെ ചാപ്റ്റർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നോക്കാണ്. A warm welcome to all of you. Today's youth are tomorrow's citizens. ജസ്റ്റ് ഒരു കോട്ട് വെച്ചിട്ട് തുടങ്ങാം. They have to drive the country forward. എന്താണ്? യൂത്ത് ആണ് മുന്നോട്ടേക്ക് നയിക്കേണ്ടത്. They have some responsibilities to the country and the society. Every youth have some responsibility. എന്താ? അവർക്കൊരു ഉത്തരവാദിത്വം ഒക്കെ ഉണ്ട്. They are എന്താ? അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂത്തും അതുപോലെ യങ്ങർ ജനറേഷൻ ആണ് നെക്സ്റ്റ് എന്താ ഒരു ഫ്യൂച്ചർ ആയിട്ട് വരുന്നത്. സോ അവരുടെ ടേക്ക് കെയർ ചെയ്യേണ്ടത് ഒരു ഉത്തരവാദിത്തമാണെന്ന് പറയുന്നു. I wonder whether they are aware of them. അവർക്ക് തന്നെ അതിനെപ്പറ്റി അറിയാമോ എന്ന് ഞാൻ അതിശയിച്ചു പോകുന്നു. A good percentage of them are not fulfilling their responsibilities. ആരും തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റതായിട്ട് കാണുന്നില്ല എന്ന് പറയാണ്. Where can we find a solution? നമ്മൾ ഇതിനൊരു പരിഹാരം എവിടെ കണ്ടെത്തും? Here we have with us a great personality, Mr. John, who has been struggling to bring back the maladjusted and delinquent youth to the mainstream of the society. സൊസൈറ്റിയിൽ ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഇപ്പോ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് പറയുന്നു. As you all know, once he was also a victim of the loose society, but he improved himself and came back as a good citizen. ഇപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അന്നത്തെ കാലത്ത് അദ്ദേഹം വളരെ എന്താണ് മാലഡ്ജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നടന്ന ആള് ഇന്ന് എന്ത് ചെയ്തു? തിരിച്ച്
എന്താ ഒരു നല്ലൊരു ക്യാരക്ടറിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി അദ്ദേഹം എന്തായാലും മെൻഷൻ ചെയ്യുന്നുണ്ടാവും. നൗ ഹി ഹെൽപ്സ് അതേഴ്സ് ടു ബി എ ഗുഡ് സിറ്റിസൺ. ഈ സ്പീച്ച് എന്താ, നമ്മുടെ ജോണ് ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അദ്ദേഹത്തെ വെൽക്കം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ പറഞ്ഞ ഒരു സ്പീച്ചാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്തായാലും അദ്ദേഹത്തെ പറ്റി മെൻഷൻ ചെയ്യണം. ഡ്രഗ് അബ്യൂസിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു അഡിക്ഷൻസിനെ ഒക്കെ പറ്റി വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. പ്ലസ് ഇങ്ങനെ ഭയങ്കര ലൂസായി ഇങ്ങനെ നടക്കുന്ന ആളുകളെ പറ്റിയിട്ട് കമന്റ് ചെയ്യാം. ഓൺ ദിസ് ഒക്കേഷൻ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ്. ഇദ്ദേഹത്തെ കൺഗ്രാജുലേറ്റ് ചെയ്യുവാണ്. എന്തിനാണ്? മിസ്റ്റർ ജോൺ ഫോർ ഹിസ് വാല്യുബിൾ കോൺട്രിബ്യൂഷൻ ആൻഡ് സർവീസ്. ആ ഒരു കോൺട്രിബ്യൂഷൻ ആൻഡ് സർവീസിന് എന്ത് ചെയ്യുവാണ്? കൺഗ്രാജുലേറ്റ് ചെയ്യുവാണ്. വി മസ്റ്റ് മേക്ക് ഹിം എ മോഡൽ ആൻഡ് ട്രൈ ടു ഡു സംതിങ് ഫോർ സൊസൈറ്റി. അദ്ദേഹത്തിന്റെ ആ ഒരു സൊസൈറ്റിക്ക് വേണ്ടി എന്താ ഒരു ഓർഗനൈസേഷന് വേണ്ടി നമുക്കും എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. As youth, we are the resource of the future generation. We must analyze our minds to be truthful in our deeds, attitudes and thoughts. With these words, I conclude my speech. Thank you. ഓക്കെ, യെസ്. അപ്പൊ ഇങ്ങനെയായിരിക്കും ഒരു സ്പീച്ച് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇസ് നോട്ടീസ്. ഒരു നോട്ടീസ് എഴുതുന്നത് എങ്ങനെയാണ്? നോട്ടീസ് എഴുതുമ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം നോക്കിക്കേ. The best investment I ever made. We can see the social contribution of Mr. John and his wife. You have planned to conduct an awareness program for saying a goodbye to drugs. നോട് goodbye പറയാൻ വേണ്ടി ഒരു അവയർനെസ് പ്രോഗ്രാം കൊണ്ടുവന്നാൽ ആ നോട്ടീസ് എങ്ങനെയായിരിക്കും എഴുതേണ്ടത് എന്നാണ് ചോദ്യം. നോക്കിയാലോ, ഇവിടെ ഇതാ, ഡിയർ ഫ്രണ്ട്സ്, കൺസ്യൂംഷൻ ഓഫ് ഡ്രഗ്സ് ഇസ് എ സീരിയസ് ഇഷ്യൂ. ഇതൊരു ജനറൽ ടോപ്പിക് ആണ് അല്ലെ, ആൻഡ് വി ആർ ഫേസിംഗ് ടുഡേ എന്ന് പറയുന്നു. ഇറ്റ് ഇസ് ഹൈ ടൈം വി റൈസ്. ഇതൊരു ഷോർട്ട് നോട്ടീസ് ആണ്. ഇതൊരു ഷോർട്ട് നോട്ടീസ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. അപ്പൊ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇങ്ങനത്തെ ജനറൽ ക്വസ്റ്റ്യൻസ് വരും. ഇത് മുഴുവൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്താണ് ഇങ്ങനെ ഒരു ജനറൽ ടോപ്പിക്കിനെ പറ്റി, ഡ്രഗ് അബ്യൂസ് അങ്ങനത്തെ ഒരു കാര്യത്തിലൊക്കെ, കൺസ്യൂംഷൻ ഓഫ് ഡ്രഗ്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. അപ്പൊ അതിനകത്ത് ഒരു സല്യൂട്ടേഷൻ കൊടുത്തിട്ടുണ്ടാവണം, ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവും. ഇതിന്റെ ഒരു ഫോർമാറ്റ് അടുത്തൊരു നോട്ടീസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഒരു നോട്ടീസിന്റെ ഫോർമാറ്റ് ഇത് ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇനി നമുക്ക് നോക്കാം. ഇത് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദി ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യു സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് an awareness program on the topic സേവ് അവർ പ്ലാനറ്റ്. ഒരു ജനറൽ ടോപ്പിക് ആണ് അല്ലെ, എർത്തിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ പ്ലാനറ്റിനെ സംരക്ഷിക്കുക എന്നുള്ള അർത്ഥം വരുന്ന ഒരു നോട്ടീസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിപ്പയർ എ നോട്ടീസ് ടു അനൗൺസ് ദ പ്രോഗ്രാം ആൻഡ് ഇൻവൈറ്റ് ഓൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാം. എന്താണ് നോട്ടീസിന് ഉറപ്പായിട്ടും ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ടാവണം. അതിനൊരു ക്യാച്ചി ആയിട്ടുള്ള ഹെഡിങ്, നോട്ടീസ് എന്നൊരു ഹെഡിങ് വേണം. സേവ് അവർ പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹെഡിങ് കൊടുക്കാം. ഡേറ്റ്, പ്ലേസ് ആൻഡ് വെന്യൂ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഈ 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആരാണ്? ഇംഗ്ലീഷ് ക്ലബ് ആണെങ്കിൽ ഇംഗ്ലീഷ് ക്ലബ് ആണ് അതിന്റെ ഓണർഷിപ്പ് എടുക്കുന്നത്. നെയിം ആൻഡ് സൈൻ, പേരും സിഗ്നേച്ചറും ഉണ്ടായിരിക്കണം. പ്രോഗ്രാം ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവണം. ക്ലിയർ അല്ലേ? ഒരു നോട്ടീസ് എഴുതേണ്ടത് എങ്ങനെയാണെന്നും അതിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെയായിരിക്കും ഒരു നോട്ടീസ് ഇരിക്കുന്നതെന്ന് നോക്കാം. നോക്കിക്കേ, ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തു. ABC സ്കൂൾ കൊച്ചി സേവ് അവർ പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തു. എന്താ അതിന്റെ ടൈറ്റിൽ ആണ്. അതൊരു അവയർനെസ് പ്രോഗ്രാം ആണെന്നും നമ്മൾ നോട്ടീസ് തന്നെ കൊടുത്തു. നിങ്ങൾക്ക് ഇതിനൊരു ഔട്ട്ലൈനും കൂടെ കൊടുക്കാം കേട്ടോ. ഡിയർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, സ്കൂളിൽ വെച്ചിട്ട് നടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിയർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് സല്യൂട്ടേഷൻ കൊടുക്കാം അല്ലെ, അങ്ങനെ ഒരു സല്യൂട്ടേഷൻ കൊടുക്കാം. ഇനി ഒരു പബ്ലിക്കിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ വി ക്യാൻ ജസ്റ്റ് മെൻഷൻ ആസ് ഡിയർ ഫ്രണ്ട്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും മെൻഷൻ ചെയ്താലും ഒരു പ്രോബ്ലം ഇല്ല. സ്കൂൾ എവിടെയാണോ നടക്കുന്നത് അതിന്റെ ഒരു അഡ്രസ്സിങ് അങ്ങനെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഹ്യൂമൻ എൻക്രോച്ച്മെന്റ് ഇൻ ടു ദ വേൾഡ് ഓഫ് നേച്ചർ ഇസ് അണ്ടർമൈനിങ് ദി എക്കോസിസ്റ്റം ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം എ ത്രെറ്റ് ടു ലൈഫ് ഓൺ ദി എർത്ത്. ഈ ഭൂമിയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുകയാണ്. അത്രയും ഹ്യൂമൻ ഇന്റർവെൻഷൻസ് ബുദ്ധിമുട്ടാക്കിയിരിക്കുന്നു. അപ്പൊ അതിന്റെ കണ്ടന്റ് ആണ് ഈ ഭാഗത്തായിട്ട് വരുന്നത്. ദി ഇംഗ്ലീഷ് ക്ലബ് ഓഫ് എ സ്കൂൾ എന്താ പരിപാടി? ഡിസൈഡഡ് ടു കണ്ടക്ട് an awareness program. ഒരു അവയർനെസ് പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഓൺ ദ ടോപ്പിക്, ഏത് ടോപ്പിക്കിലാ? സേവ് അവർ പ്ലാനറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കില് ഒരു അവയർനെസ് പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നു. ഓണറബിൾ മിനിസ്റ്റർ ഓഫ് എൻവയൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് വിൽ ഇനാഗുറേറ്റ് ദ പ്രോഗ്രാം. അദ്ദേഹം ഇനാഗുറേറ്റ് ചെയ്യുന്നു. ഓൾ ആർ വെൽക്കം എന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ടില്ല. ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? ഒന്നെങ്കിൽ നമുക്ക് സൈഡിലായിട്ട് ഇങ്ങനെ കൊടുക്കാം, ഡേറ്റ്, ടൈം, വെന്യൂ, അല്ലെങ്കിൽ എന്ത് പറയാം, ദ പ്രോഗ്രാം വിൽ ബി കണ്ടക്റ്റഡ് ഓൺ ഇൻ ദി സ്കൂൾ ഓഡിറ്റോറിയം at 10 AM on 7th March 2021. അങ്ങനെ ഒരു സെന്റൻസ് ആയിട്ട് വെന്യൂവും ഡേറ്റും ടൈമും കൊടുക്കാം. ഇങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, പ്രോഗ്രാം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവണം. പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്നൊരു ഹെഡ് കൊടുക്കാം. വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്. ഈ സാധനം ഏതൊരു പ്രോഗ്രാം ചാർട്ടിലും അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാം ചാർട്ട് എഴുതണമെങ്കിലും ഈ കാര്യങ്ങൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പുറത്തേതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് ഒരു കുഴപ്പവുമില്ല. കോമൺലി ഡിയർ എന്ന് എഴുതിയാലും പ്രശ്നമില്ല, വരും. ഓക്കെ, സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്, ഇംഗ്ലീഷ് ക്ലബിലെ സെക്രട്ടറി ആയിരിക്കും സ്പീച്ച്, വെൽക്കം സ്പീച്ച് പറയുന്നത്. പ്രസിഡൻഷ്യൽ അഡ്രസ് നമ്മൾ പ്രിൻസിപ്പലിന് കൊടുത്തു. ഓണറബിൾ മിനിസ്റ്റർ ആയിരിക്കും ഇനാഗുറേറ്റ് ചെയ്യുന്നത് അല്ലെ.
അപ്പോ ഇനാഗുറൽ അഡ്രസ് അദ്ദേഹം തന്നെയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി എൻവയൺമെന്റൽ ക്ലബിന്റെ പ്രസിഡന്റ് ചിലപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും, കീനോട്ട് അഡ്രസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് കീനോട്ട് അഡ്രസ് പറയും. ഹൂവർ യു വിഷ്, ആരെയാണോ നിങ്ങൾക്ക് വിളിക്കാൻ താല്പര്യം അവരെ അതിനകത്ത് സെറ്റ് ആക്കിയേക്കാം. സ്കൂൾ ലീഡർ വോട്ട് ഓഫ് താങ്ക്സ് പറയും. സൈഡിലായിട്ട് പ്ലേസ് ആൻഡ് ഡേറ്റ് കൊടുക്കാം. ആരാണോ ഓണർഷിപ്പ് എടുത്തിരിക്കുന്നത് അതിന്റെ സെക്രട്ടറി, ഇംഗ്ലീഷ് ക്ലബ് ആണെങ്കിൽ ഇംഗ്ലീഷ് ക്ലബ് എന്ന് കൊടുത്തേക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഒരു നോട്ടീസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. പ്ലസ് അതിനൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടാവണം. പ്രോഗ്രാം ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മിക്കതും എക്സാമിന് 6 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്കാണ് എന്തിനു ചോദിക്കാം, നോട്ടീസ് 5 to 6 മാർക്കൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു 1 പേജിനകത്ത് നിൽക്കുന്നത് പോലെ നിങ്ങൾ അതിനൊന്ന് എലാബറേറ്റ് ആക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. കണ്ടന്റ് കുറച്ചാലും പ്രോഗ്രാം ഡീറ്റെയിൽസ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു പേജിനകത്ത് വരും. ഓൾമോസ്റ്റ് റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഇനി നോക്കിക്കേ, ജോൺ റൈറ്റ്സ് എ ലെറ്റർ ടു ദി ഡോക്ടർ എക്സ്പ്രസിംഗ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്ലഷർ ഫോർ സേവിംഗ് ഹിസ് ലൈഫ്. വാട്ട് വുഡ് ബി ദ ലൈക്ലി ലെറ്റർ ബി? എങ്ങനെയായിരിക്കും ആ ഒരു ലെറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാം വില്ല 24 കാലിഫോർണിയ 24 സെപ്റ്റംബർ 2020. എന്താണ് ആ ഒരു ലെറ്ററിന്റെ ഫ്രം അഡ്രസ്? ഇതൊരു ഫ്രണ്ട്ലി ലൈക്ക് ലെറ്റർ ആണ് അല്ലെ, എന്താ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടറിന് നന്ദി പറയുന്ന ഒരു ലെറ്റർ ആണ്. സോ എന്താണ് ഫ്രം അഡ്രസ് ഭയങ്കര ഒഫീഷ്യൽ ആക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ ഡിയർ ഡോക്ടർ എന്നാണ് വിളിച്ചേക്കുന്നത് ബിക്കോസ് ഇറ്റ് ഈസ് an unofficial ഫ്രണ്ട്ലി ലെറ്റർ ആണ്. ഹൗ ആർ യു? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഹോപ്പ് യു കീപ്പിംഗ് എ ഫൈൻ. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് ടു സേവ് മൈ ലൈഫ്. ഐ എം താങ്ക്ഫുൾ ടു യു ഫോർ ഗിവിംഗ് മീ എ സെക്കൻഡ് ലൈഫ്. യുവർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് യുവർ വാല്യുബിൾ അഡ്വൈസ് taught me how to lead a decent life. It was a great inspiration which brought about tremendous changes in my productive life. Now you are my guardian and mentor എന്നൊക്കെ പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ടിട്ടുള്ളൊരു കത്താണ്. പിന്നെ യു ആർ സിൻസിയർലി ജോൺ എന്ന് പറഞ്ഞിട്ട് താങ്ക്സ് ഗിവിംഗും കൂടെ കൊടുക്കാൻ നോക്കിക്കേ. സർ, നൗ ഐ എം വർക്കിംഗ് ഫോർ എ charitable organization in the USA. I could save many people from their miserable and wretched life. I'm proud of you for your kind and supportive nature. Hope you meet you soon. എന്താണ്? My best wishes and prayers with you. Yours lovingly, name and sign. ക്ലിയർ അല്ലേ? അപ്പൊ ഇതെന്താ? ഇത് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട്ലി ലെറ്റർ. നന്ദി അറിയിച്ചുകൊണ്ട്, തന്നെ രക്ഷിച്ചതില് നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ലെറ്റർ എഴുതിയാൽ അത് എങ്ങനെയുണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, അദ്ദേഹത്തിന്റെ ഡയറി എൻട്രി ചോദിക്കാം അല്ലെ. ഇമാജിൻ ദാറ്റ് മിസ്റ്റർ ജോൺ ആഫ്റ്റർ മീറ്റിംഗ് ദ നറേറ്റർ ഫോർ ദ സെക്കൻഡ് ടൈം റൈറ്റ്സ് ഹിസ് ഡയറി. വാട്ട് വുഡ് ബി ദ പോസിബിൾ ഡയറി എൻട്രി? അദ്ദേഹത്തെ മീറ്റ് ചെയ്തിട്ട് അന്നത്തെ ഡയറി എങ്ങനെയായിരിക്കും? ഡയറിയിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം? ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവണം, സല്യൂട്ടേഷൻ കൊടുത്തിട്ടുണ്ടാവണം. It is a great surprise in my life. I am blessed to meet the doctor today. I would cherish this memorable day in my life forever. When I looked back, I realized that I was on the verge of death. This doctor is a real God who appeared before me as a human for all the time. I owe my life to him greatly for his tremendous effort to revive my life. He couldn't recognize me when I met him in our journey. ഇതെന്താ? അന്നത്തെ ദിവസം ജോൺ ആരെ കണ്ടപ്പോൾ, ഏജ ക്രോണിനെ കണ്ടതിന് ശേഷം അന്നൊരു ഡയറി എൻട്രി എഴുതി അതിങ്ങനെ ഇരിക്കും അല്ലെ, ഇതുപോലെയൊക്കെ ഇരിക്കും. സോ ഇത് അതിന്റെ ഒരു മോഡലാണ്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനകത്ത് ഇമോഷൻസ്. പക്ഷെ മറന്നു പോകരുതാത്ത ഒരു കാര്യം, ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. Then I revealed my identity to him. He expressed his joy and wonder at seeing me. If I could attain anything in my life, I would thank to him for his selfless effort. May God bless him for the generous help and dedication. ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ, സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം. ഇനി അന്ന് ഏജ് ക്രോണിനും എഴുതാം അല്ലെ, ലെറ്റർ വേണമെങ്കിൽ മീൻസ് ഡയറി വേണമെങ്കിൽ ഏജ് ക്രോണിനും എഴുതാം. അദ്ദേഹം ഒരു ഡയറി എഴുതിയാലും ഇതുപോലെ അദ്ദേഹത്തിന്റെ ഇമോഷൻസ് ഫിൽ ചെയ്യണം. നോക്കിക്കേ, ഡേറ്റ് കൊടുത്തു, അതുപോലെ ഡിയർ ഡയറി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് കൊടുക്കണമെങ്കിൽ പേര് കൊടുക്കാം. ഇനി അങ്ങനെ കൊടുത്തില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. യു ക്യാൻ ഗിവ്, ഇത് കൊടുത്തില്ലേ സല്യൂട്ടേഷൻ വേണം നിർബന്ധമില്ല. What a fortunate meeting. അതൊരു അൺഎക്സ്പെക്ടഡ് മീറ്റിംഗ് ആയി പോയി. I met the young man whom I had saved from the verge of death. മരണത്തിൽ നിന്ന് രക്ഷിച്ച എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ ഇന്ന് കണ്ടു. I could not identify him in the beginning. എനിക്ക് ആദ്യം മനസ്സിലായില്ലെങ്കിലും he revealed his identity. അദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി. Then I recalled an event which happened 25 years before. I was a young doctor then. My simple act has made deep impact in his life. ഇതൊക്കെ എന്താ? ഇങ്ങനെ ഒരു ഡയറി എൻട്രി ചോദിക്കുവാണെങ്കിൽ അദ്ദേഹം എഴുതാൻ സാധ്യതയുള്ള കുറച്ച് സെന്റൻസസ് ആണ്. ഇത്തരത്തില് എന്താ അദ്ദേഹത്തിന് എന്താണോ അവിടെ ഫീൽ ചെയ്തത് ആ സംഭവത്തിൽ നമ്മൾ ഉള്ളതുപോലെ, അല്ലെങ്കിൽ നമ്മൾ ഏജ് ക്രോണിനായിട്ട് ഇരുന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ഡയറി എൻട്രി എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി എന്താ, ഹി പ്രൂവ്ഡ് ദാറ്റ് ഹി വുഡ് ഡെഡിക്കേറ്റ് ഹിസ് ലൈഫ് ഫോർ ദി വെൽഫെയർ ഓഫ് ഡെലിക്വന്റ് ആൻഡ് മാലഡ്ജസ്റ്റഡ് യൂത്ത്. നൗ ഹി ഈസ് ദ ഡയറക്ടർ ഓഫ് ദി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. രക്ഷിച്ചത് വെറുതെ ആയില്ല എന്നൊക്കെയുള്ള സന്തോഷമൊക്കെ ഇദ്ദേഹത്തിന് അതിനകത്ത് എഴുതാൻ പറ്റും. നൗ ഹി ഈസ് ദ ഡയറക്ടർ ഓഫ് ദി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. ഹി ഈസ് ഡൂയിങ് എ
marvelous job. I couldn't believe myself that he would do such a fascinating endeavor. It gives me such pleasure and enthusiasm. Now I value my simple effort. It has been transformed as a great investment in my life. God's blessing are always with him എന്ന് പറയാണ്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് ഇതിനകത്ത് വരുന്ന ഒരു കോൺവെർസേഷൻ ജോണും ഡോക്ടറും തമ്മിൽ. ഫസ്റ്റ് ഓഫ് കോഴ്സ് അവർ വിശേഷം പറഞ്ഞിട്ടുണ്ടാവും. ഹൗ ആർ യു സാർ എന്ന് ചോദിച്ചു. വാട്ട് ഹാപ്പൻ എന്ന് ചോദിച്ചു. യു ആർ ദ സേവിയർ ഓഫ് മൈ ലൈഫ്, ആർന്റ് യു? എന്താ ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലേ? അതിന്റെ നമ്മളിപ്പോ പഠിക്കും കേട്ടോ. റിയലി ഐ വാണ്ടഡ് ടു സേവ് യുവർ ലൈഫ്. എനിക്ക് നിന്റെ ലൈഫ് രക്ഷിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അന്ന് എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന് ഡോക്ടർ ഷെയർ ചെയ്യുന്നു. ജോൺ എന്ത് പറഞ്ഞു? ഐ എൻജോയ്ഡ് യുവർ കെയർ ആൻഡ് അറ്റൻഷൻ സർ, യു ഗേവ് മി എ സെക്കൻഡ് ലൈഫ്. ഇത് നമ്മുടെ ക്യാപ്സൂൾ നോട്ടിൽ തന്നിരിക്കുന്ന അതേ കോൺവെർസേഷൻ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ആരും എഴുതി എടുക്കണം എന്നുള്ളതൊന്നോർത്ത് ടെൻഷൻ ഒന്നും ആവണ്ട. നിങ്ങളുടെ ക്യാപ്സൂൾ നോട്ടിൽ ഇത് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എന്താണ് അവര് തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംസാരിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ പോകുന്നത്. ഓക്കെ, നൗ യു ആർ എ റെസ്പോൺസിബിൾ പേഴ്സൺ. ഇപ്പൊ നീ ഒരു ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. യൂട്യൂബിൽ അറ്റൻഡ് ചെയ്യുന്നവർക്കും എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ കാണാതെ പഠിച്ചിട്ട് ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ വരാൻ സാധ്യത ഉള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ എന്താ, യു ആർ ഡൂയിങ് എ മാർവലസ് ജോബ്. നീ ഇപ്പൊ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ഐ ലേൺഡ് എ ലോട്ട് ഫ്രം യു സർ ഡോക്ടർ, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, യു ആർ മൈ ഇൻസ്പിറേഷൻ, യു ആർ എ ഗ്രേറ്റ് ഹ്യൂമൻ ബീങ് എന്ന് ജോൺ പറയുന്നു. ഡോക്ടർ, ഗ്രേറ്റ് ടു സീ യു ഹിയർ, താങ്ക്സ് എ ലോട്ട് സർ എന്ന് പറഞ്ഞിട്ട് കോൺവെർസേഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. കോൺവെർസേഷനിൽ ക്രിസ്പ് ആയിരിക്കണം, വലിയ വലിയ സെന്റൻസസ് ഒത്തിരി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. റിലവന്റ് ടു ദ കണ്ടന്റ് ആയിരിക്കണം. എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അതുണ്ടായിരിക്കണം. ഒരാള് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിപ്ലൈ കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. ജോൺ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ അത് എന്താവത്തില്ല, കോൺവെർസേഷൻ ആവത്തില്ല, മറിച്ച് എന്തായി മാറും, മോണോലോഗായിട്ട് മാറും അല്ലെ. അപ്പോ കോൺവെർസേഷൻ എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മാരത്തൺ ക്ലാസ്സിൽ ഫ്രേസൽ വെർബ്സ് കണ്ടായിരുന്നു. അതിലില്ലാത്ത കുറച്ച് ഫ്രേസൽ വെർബ്സും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മൾ കണ്ടത് വെച്ചിട്ട് എന്താണ് ടേൺ ഡൗൺ, റിജക്ട് എന്നുള്ളത്. ഇത് എന്ത് ചെയ്യാം, ഫ്രേസൽ വെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് വാക്കുകൾ. ഇതൊക്കെ ഫ്രേസൽ വെർബ്സിന് എക്സാമ്പിൾ ആണ്. ഫ്രേസൽ വെർബ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പൊ ഫ്രേസൽ വെർബ്സ് കാണുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. Okay, Mr. John, ഇതാ ഇങ്ങനെയാണ്. Fill the passage using suitable phrasal verbs from the bracket below. അപ്പൊ നമ്മുടെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയി എബമേഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ് ഇത്. ഒരു ഇൻസിഡന്റ് വിവരിക്കുന്നു, താഴെ ഫ്രേസൽ വെർബ്സ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു. ഒരു ചോദ്യം കൂടെ കാണാം, നോക്കിക്കേ. The landlady was, ഇത് 2022 ചോദ്യമാണ്. The landlady was ഡാഷ് കൊടുത്തിട്ട് ABCDE അത്രയും ഫില്ല് ചെയ്യാനാണ്. താഴെ നമുക്ക് ഫ്രേസൽ വെർബ്സ് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് വേഗം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അതിനു മുമ്പ് എന്താ ഫ്രേസൽ വെർബ്സ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഫ്രേസൽ വെർബ്സ് ഫില്ല് ചെയ്യണമെങ്കിൽ ഓരോ ഫ്രേസൽ വെർബിന്റെയും അർത്ഥം നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. നോക്കിക്കേ, ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ അറൈവ് എന്നാണ്, ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റിജക്ട് എന്നാണ് അർത്ഥം, ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ, ടേക്കൺ എ ബാക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു 4 മാർക്കിന് 5 മാർക്കിന് ഫ്രേസൽ വെർബ്സ് എന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എല്ലാ വർഷങ്ങളിലും. 2017 മാത്രമേ ചോദിക്കാതിരുന്നിട്ടുള്ളൂ. പിന്നെയുള്ള വർഷങ്ങളിലെല്ലാം ഫ്രേസൽ വെർബ്സ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടേക്കൺ എ ബാക്ക് എന്ന് പറഞ്ഞാൽ ഷോക്ക് ആവുക അല്ലെങ്കിൽ സർപ്രൈസ് ആവുക എന്നുള്ള അർത്ഥത്തിൽ. ആൻഡ് ഓൾസോ പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു വിയർ അല്ലെങ്കിൽ എന്താ ധരിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക, മാറ്റി വെക്കുന്നതിനെയാണ് പുട്ട് ഓഫ് എന്ന് പറയുന്നത്. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ടു സജസ്റ്റ് ആൻ ഐഡിയ, എന്താണ് ഒരു ഐഡിയനെ സജസ്റ്റ് ചെയ്യുക, പുതിയൊരു ആശയം മുന്നോട്ട് വെക്കുന്നതിനെയാണ് പറയുന്നത്. അപ്രീസിയേഷൻ പോയിട്രി ആണ് ഹിര ചോദിക്കാറുള്ളത്. നമ്മൾ കഴിഞ്ഞ മാരത്തൺ ക്ലാസ്സിൽ ഓൾറെഡി പോയിട്രിയുടെ അപ്രീസിയേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നില്ലേ? പഠിച്ചിട്ട് പോകണം കേട്ടോ. പോയിട്രിയിൽ നിന്നാണ് എല്ലാ വർഷങ്ങളിലും ചോദിക്കുക. ഈ തവണ അതിൽ തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ 3 പോയിന്റിന്റെയും അപ്രീസിയേഷൻ പഠിച്ചിട്ട് പോവാ. കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് പോയിട്രി ആണ്. ഓക്കെ, യെസ്. ഇനി എന്താണ്, ടേക്കൺ അബാക്ക്, ഷോക്ക്ഡ് ആൻഡ് സർപ്രൈസ്, പുട്ട് ഓൺ, വിയർ, പോസ്റ്റ്പോൺ, സജസ്റ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ആൻ ഐഡിയ ആണ്. പുട്ട് അക്രോസ്, പെട്ടെന്ന് വന്നിട്ട് എന്താ, പെട്ടെന്ന് വന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇന്ററപ്റ്റ് ചെയ്തിട്ട് പറയുന്നതിനാണ് പുട്ട് അക്രോസ് എന്ന് പറയുന്നത്. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യുക. അറൈവ് എന്ന് പറഞ്ഞാൽ എത്തുക എന്നൊക്കെ അർത്ഥത്തിലാണ്. മുഹമ്മദ് എത്തിച്ചേരുക, വന്നു എന്നൊക്കെ പറയത്തില്ലേ. ഹി ടേൺ അപ്പ് അറ്റ് 10 o'clock എന്ന് പറഞ്ഞാൽ 10 മണിയായപ്പോൾ അവൻ അവിടെ വന്നു എന്നുള്ള അർത്ഥത്തിൽ. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടിന്യൂ ചെയ്യുക, വീണ്ടും തുടരുക എന്നുള്ള അർത്ഥത്തിൽ. ഗോ ഫോർ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ള അർത്ഥം. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ വിട്ടുകളയുക, പരാജയം സമ്മതിക്കുക എന്നൊക്കെ പറയും. ഗെറ്റ് അലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിംഗ് എ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് സമ്മൺ, ഒരാളായിട്ട് കൂട്ടായിട്ട് ഇരിക്കുന്നതിനാണ് ഗെറ്റ് അലോൺ. ഇനി കോൾ ഓൺ എന്നാണ് ഫ്രേസൽ വെർബ് എങ്കിൽ അതെന്താണ് മക്കളെ, വിസിറ്റ് എ പേഴ്സൺ, ഒരാളെ കാണാൻ വേണ്ടി പോകുന്നതാണ്
കോൾ ഓൺ എന്ന് പറയുന്നത്. കോൾ അറ്റ് ആണെങ്കിലോ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോവാണെങ്കിൽ നമ്മൾ കോൾ അറ്റ് എന്ന് പറയും. കോൾ ഓഫ് ആകുമ്പോൾ അന്നാ ഇനി കോൾ ചെയ്ത് അങ്ങനെയാണോ? അങ്ങനെയല്ല. എന്താണ്? എന്തെങ്കിലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഇവന്റ് അത് ക്യാൻസൽ ചെയ്യുന്നതിനെ നമ്മൾ കോൾ ഓഫ് എന്ന് വിളിക്കുന്നു. മേക്ക് അപ്പ് വൺസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? തീരുമാനിച്ച് ഉറപ്പിച്ചേക്കുക. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാലോ മനസ്സിലാക്കുക, ടു അണ്ടർസ്റ്റാൻഡ്. കം അക്രോസ് എന്ന് പറഞ്ഞാൽ ടു മീറ്റ് ബൈ ചാൻസ്, അറിയാതെ കണ്ടുമുട്ടി. നമ്മുടെ ഏജ് ക്രോണിനും ജോണും കണ്ടുമുട്ടിയതുപോലെ ബൈ കോയിൻസിഡൻസ് അവർ കണ്ടുമുട്ടുവാണെങ്കിൽ അതിനെയാണ് ബൈ ചാൻസിൽ മീറ്റ് ചെയ്യുന്ന അർത്ഥത്തിൽ കം അക്രോസ് എന്ന് പറഞ്ഞു. ഇത് ഞാൻ നിങ്ങളുടെ റിവിഷൻ ക്ലാസ്സിൽ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു, പഠിച്ചു കഴിഞ്ഞ് കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ ഇല്ലാത്തതും കൂടെ ആഡ് ചെയ്തിട്ട് പഠിച്ചു വയ്ക്കാം. കെയ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മുന്നോട്ടേക്ക് വരിക. സ്റ്റെപ്പ് ഫോർവേഡ്, വോളണ്ടിയർ എന്നൊക്കെയുള്ള അർത്ഥമാണ്. സെറ്റ് ഓഫിലും സെറ്റ് ഔട്ടിലും സെയിം ആശയം തന്നെയാണ്. മുന്നോട്ടേക്ക് വരിക അല്ലെങ്കിൽ എന്താ പുതിയൊരു യാത്ര ആരംഭിക്കുക, എന്തെങ്കിലും ചെയ്യാൻ പോവുക എന്നൊക്കെ വരുന്ന അർത്ഥം വരുന്നതെല്ലാം സെറ്റ് ഓഫ് എന്ന വാക്കിനകത്ത് വരും. സെറ്റ് അസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റി വെക്കാം, ഒന്ന് നീക്കി വെക്കാം, കുറച്ച് നാളത്തേക്ക് മുന്നോട്ട് വെക്കാം, അങ്ങനെയുള്ളതിനെയാണ് സെറ്റ് അസൈഡ് എന്ന് പറയുന്നത്. സെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പുതിയ അറേഞ്ച്മെന്റ് കൊണ്ടുവരിക, ഒരു ക്ലിനിക്ക് ഇടുക, ഒരു ഹോസ്പിറ്റൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു പുതിയ അറേഞ്ച്മെന്റ്, ഒരു ടീ ഷോപ്പ് ഇട്ടു, അങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് നിർമ്മിക്കുന്നതിനെയോ അറേഞ്ച് ചെയ്യുന്നതിനെയോ ഒക്കെയാണ് നടക്കാൻ പോകുന്ന ഒരു സംഭവം നടത്താൻ വേണ്ടി ഒരു ഇവന്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റപ്പ് ചെയ്യാന്ന് പറയും. സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ വേഗം ആൻസർ കണ്ടുപിടിച്ചേ. ഇതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയായിരിക്കും? പെട്ടെന്ന് കമന്റ് ചെയ്യാം. The landlady was dashed when she saw a young man unconscious on a narrow bed. എന്തായിരിക്കും മക്കളെ അവിടുത്തെ ഉത്തരം? എന്തായിരിക്കും? ഷോക്കായി പോയി എന്നല്ലേ വരണ്ടേ? അപ്പൊ ഇതിനകത്ത് ഷോക്കായി പോയി എന്നുള്ളതിന്റെ അർത്ഥം ഏതാ വരുന്നേ? ഏതാണോ വരുന്നേ? പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഏതായിരിക്കും ഷോക്ക് ആയി പോയി എന്നുള്ള അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ഏതാണെന്ന് വേഗം കമന്റ് ചെയ്തേ. നമ്മുടെ ശ്രുതി കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്, കമന്റ് ചെയ്തേ. എന്താണ്? ഓക്കെ, എന്തായിരിക്കും? ടേക്കൺ എബാക്ക്. എന്താണ്? ഷോക്ക് ആയി പോയി എന്നുള്ള അർത്ഥത്തിൽ ടേക്കൺ എബാക്ക്. ഇനി അതാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എന്താണ്? ടേക്കൺ എബാക്ക് ആണ് കമന്റിൽ വന്നത്. നോക്കാം. ബിയിൽ എന്താണ്? Then she dashed to call the sergeant of police who dashed quickly at her lodging. ഒരു സെന്റൻസിൽ രണ്ട് ഫ്രേസൽ വെർബ് ഫില്ല് ചെയ്യാനാണ്. Then she dashed to call the sergeant of police. എന്തായിരിക്കും? തീരുമാനിച്ചു അല്ലെങ്കിൽ ആലോചിച്ചു എന്നൊക്കെ അർത്ഥമല്ലേ വരണ്ടേ? ആലോചിച്ചു. എന്താണ്? തീരുമാനിച്ചു എന്നാണെങ്കിൽ ഏത് വാക്കായിരിക്കും വരുന്നത്? ബിയുടെ ഓപ്ഷൻ ഏതായിരിക്കും മക്കളെ? 4 ആണോ 3 ആണോ ഏതാണ് നോക്കിക്കേ. സെക്കൻഡ് ബിയിൽ എന്താ വരണ്ടേ? ഒരാൾ കമന്റ് ചെയ്ത്. ഓക്കെ, ശിവാനി കമന്റ് ചെയ്തു. എന്താണ്? മേക്കപ്പ് വൺസ് മൈൻഡിന്റെ അർത്ഥം എന്താ? ഡിസൈഡ് എന്നല്ലേ? അപ്പൊ എന്ത് വരും അവിടെ? ഡിസൈഡ് എന്ന് തന്നെ വരത്തില്ലേ? തീരുമാനിച്ചു ഉറപ്പിച്ചു. എന്ത്? ലാൻഡ് ലേഡി എന്ന പോലീസിനെ അങ്ങ് വിളിച്ചു കളയാം അല്ലെ? എന്താ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായ സ്ഥിതിക്ക് പോലീസിനെ വിളിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതിന് മേക്കപ്പ് വൺസ് മൈൻഡ്. അപ്പൊ എന്താ? ഷീ മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ് എന്ന് വേണമെങ്കിലും നിങ്ങൾ മാറ്റി എഴുതരുത്. എന്താ ഇവിടെ അങ്ങനെ തന്നെ തരുള്ളൂ കേട്ടോ. അത് അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ടു കോൾ ദ സർജൻ. അങ്ങനെ എന്താണ്? 6 വൈസ് അത് മാറി വരും. ഇപ്പൊ പുരുഷനാണെങ്കിൽ പുരുഷന്റെ രീതിയിൽ ഹി എന്നുള്ള രീതിയിലേക്ക് മാറി വരും. സ്ത്രീ ആണെങ്കിൽ സ്ത്രീയുടെ രീതിയിൽ ഷീ അല്ലെങ്കിൽ ഹെർ എന്ന് മാറി വരും കേട്ടോ. അത് ഓർത്ത് പേടിക്കണ്ട, തെറ്റല്ലേ എന്നൊന്നും വിചാരിക്കേണ്ട. മേക്കപ്പ് ഹെർ മൈൻഡ് എന്നും അവിടെ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾ മാറ്റി എഴുതരുത്. എന്താണോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ കൊടുക്കാൻ തന്നിരിക്കുന്നത് അത് എടുത്ത് എഴുതിയാൽ മതിയെ. ഇനി സിയിൽ ചോദിച്ചേക്കുവാണ്. പോലീസ് ഹു ഡാഷ് ക്വിക്ലി അറ്റ് ഹെർ ലോഡ്ജിങ്സ്. എന്താ? ഹു ഡാഷ് ക്വിക്ലി അറ്റ് ഹെർ ലോഡ്ജിങ്. അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു എന്നാണോ വരേണ്ടത്? ഏതായിരിക്കും ആൻസർ വരുന്നത്? സിയുടെ ആൻസർ ഏതായിരിക്കും മക്കളെ? ടേൺ അപ്പ് ആണോ? സെറ്റ് അസൈഡ് ആണോ? സെറ്റപ്പ് ആണോ? സെറ്റ് ഔട്ട് ആണോ? ഇനി 4 എണ്ണേ ഉള്ളൂ. ഏതായിരിക്കും? ടേൺ അപ്പ് ആയിരിക്കും. ടേൺ അപ്പ് ആയിരിക്കില്ലേ? ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറൈവ് ചെയ്തു, അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു എന്നുള്ള അർത്ഥത്തിൽ ടേൺ അപ്പ് വന്നു കഴിഞ്ഞു. ആൻഡ് ഓൾസോ ഹി ഇമ്മീഡിയറ്റ്ലി ടു ദ ക്ലിനിക്. പെട്ടെന്ന് തന്നെ ക്ലിനിക്കിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? പോയി അല്ലെങ്കിൽ പോവാൻ തുടങ്ങി എന്നർത്ഥം വരണ്ടേ? അങ്ങോട്ടേക്ക് പോയി. എന്താ വരണ്ടേ? സെറ്റ് ഔട്ട് അല്ലേ വരണ്ടേ? സെറ്റ് ഔട്ട് ടു. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബിഗിൻ എ ജേർണി അല്ലെങ്കിൽ പുറപ്പെട്ടു, പുറപ്പെടാൻ തുടങ്ങി എന്നൊക്കെ അർത്ഥം വരുന്നതിനെയാണ് സെറ്റ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ആൻസർ സെറ്റ് ഔട്ട് തന്നെയല്ലേ? ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇനി നമ്മുടെ കയ്യിൽ സെറ്റ് അസൈഡ് കൊണ്ട് സെറ്റപ്പ് കൊണ്ട്. സെറ്റ് അസൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും സൈഡിലേക്ക് അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും മാറ്റി വെക്കാം. അതിവിടെ വരുമോ എന്ന് ചിന്തിക്കാം. സെറ്റപ്പ് ആണെങ്കിലോ എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ചെയ്യുക. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ടു ദ ക്ലിനിക് വിച്ച് വാസ് റീസെന്റ്ലി, പുതിയതായിട്ട് ഈയിടെ എങ്ങാണ്ട് പണിതു എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഏത് വരും? സെറ്റപ്പ് വരും. അതായത് an arrangement എന്താണ്? എന്തൊരു ഒരു കാര്യത്തിന് വേണ്ടി പെട്ടെന്ന് സെറ്റ് ആക്കി എന്നുള്ള അർത്ഥത്തിൽ സെറ്റപ്പ് എന്നുള്ളതല്ലേ അവിടുത്തെ ഫ്രേസൽ വെർബ്. ഇപ്പൊ സെറ്റ് ആയില്ലേ? അപ്പൊ ഇതുപോലത്തെ ഒരു ഫ്രേസൽ വെർബിന്റെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ക്യാരീസ് 5 മാർക്സ്. 5 മാർക്കാണ്. അതുകൊണ്ട് തന്നെ കളയരുത്, വിടാതെ പിടിച്ചോണം കേട്ടോ. ഇനി നമ്മള് നോക്കാൻ വേണ്ടി പോകുന്നത്
റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മുടെ ഓണം എക്സാമിന് പറഞ്ഞ അതേ സാധനം തന്നെയാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പോർട്ടഡ് സ്പീച്ച് കാണാറുണ്ട്. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്നതെന്ന് ആദ്യം കാണിക്കാം. നോക്കിക്കേ. റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. എ.ജെ. ക്രോണിൻ, what are you doing in New York എന്ന് ചോദിച്ചു. ജോൺ, I was busy in the rehabilitation camp. എ.ജെ. ക്രോണിൻ asked എന്നും ജോൺ replied എന്നും തരും. ഇത്രയും വരെ ആയിരിക്കും ക്വസ്റ്റ്യൻ. ഇത് ആൻസർ ആണ്. ഇത്രയും വരെ ക്വസ്റ്റ്യൻ, ഇവിടെ വരെ ക്വസ്റ്റ്യൻ വരും. എന്നിട്ട് നിങ്ങളോട് ഇത് ഫിൽ ചെയ്യാൻ പറയും. ഓക്കെ, ഇത് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു റൂൾ ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ഒരു റൂൾ ഉണ്ട്. നോക്കിക്കേ. ഫസ്റ്റ് വൺ, സ്പീക്കർ പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് കൺജങ്ഷൻ പ്ലസ് ചേഞ്ചസ് പ്ലസ് ബാലൻസ്. നോക്കിക്കേ, എന്താണ് നമ്മൾ ആ സെന്റൻസിൽ ആരാണ് സ്പീക്കർ അല്ലെങ്കിൽ സബ്ജക്ട് എന്നുള്ളത് നോക്കുക. അതിന്റെ കൂടെ റിപ്പോർട്ടിംഗ് വേർബ് ആഡ് ചെയ്യുക. പിന്നെ കൺജക്ഷൻ, ഏതെങ്കിലും കണക്റ്റിംഗ് വേർഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി ചേഞ്ചസ് എന്താണ്, പ്രസന്റിലാണെങ്കിൽ അത് പാസ്റ്റ് ടെൻസിലേക്ക് മാറും എന്നുള്ളതാണ് ചേഞ്ച് വരുന്നത്, അല്ലെ? അപ്പൊ എന്താ ബാക്കിയുള്ളത്, ആ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ബാലൻസ് ഉള്ളത് കൊടുക്കാം. അപ്പം ഐഡന്റിഫൈ ദ സ്പീക്കർ എന്ന് പറഞ്ഞാൽ മേ ബി ഒരു ആളായിരിക്കും, അല്ലെങ്കിൽ ഒരു വസ്തു ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥലമായിരിക്കും, അല്ലെ? അപ്പൊ ഇതിൽ ഏതെങ്കിലും ആവാം, അവരെ ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ മറ്റേതിലാണെങ്കിൽ എ.ജെ. ക്രോണിനും ജോണും തമ്മിലാണ് സംഭാഷണമെങ്കിൽ സ്പീക്കർ ആരാ മക്കളെ? ആദ്യത്തേതില് എ.ജെ. ക്രോണിനാണ്. അപ്പൊ ആളെ എങ്ങെടുത്തു. ആഡ് ദ റിപ്പോർട്ടിംഗ് വേർബ്. ആസ്ഡ് അല്ലെങ്കിൽ റിപ്ലൈഡ്. എന്താണ്? ചോദ്യമാണെങ്കിൽ ചോദിച്ചു, ആസ്ഡ് എന്ന് വരും. റിപ്ലൈഡ് ആണെങ്കിൽ ഉത്തരം പറഞ്ഞു, അതെന്താ? റിപ്ലൈഡ് എന്ന് വരും, അല്ലെ? റിപ്ലൈഡ് ദാറ്റ്. കണക്റ്റിംഗ് വേർഡിനകത്ത് ഹൂ എന്നോ വേറെന്നോ വൈ എന്നോ ഹും എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ സെന്റൻസിൽ ഉണ്ടെങ്കിൽ അതിനെ അതുപടി താഴേക്ക് എടുത്ത് എഴുതുക. ഇടയ്ക്ക് ദാറ്റ് എന്ന് കൊടുത്തേക്കുക. ഓക്കെ, ദാറ്റ് എന്നുണ്ടെങ്കിൽ റിപ്ലൈഡ് ദാറ്റ്, ആസ്ഡ് ദാറ്റ് എന്ന് കൊടുക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ എന്താണ്? ഹൂവോ വേറോ വൈയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ താഴേക്ക് എടുത്ത് എഴുതുക. ഇനി ചേഞ്ചിങ് വേർഡ്സ് ഏത് ടെൻസിലാണോ അതിന്റെ അടുത്ത ടെൻസിലേക്ക് അത് മാറും. ഇപ്പൊ V1, V2, V3, V4 ആണെങ്കിൽ അടുത്ത ടെൻസിലേക്ക് അത് മാറും. അപ്പൊ മിക്കതും എന്തായിരിക്കും? പാസ്റ്റ് ടെൻസിലേക്ക് ആയിരിക്കും അതിനെ മാറ്റേണ്ടി വരിക. റിമൈനിങ് പോർഷൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നോക്കാം, ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്. നോക്കിക്കേ. V1 ഫോമില്, വെർബിന്റെ V1 ഫോമിലാണ് ഡയറക്റ്റ് സ്പീച്ചിൽ കിടക്കുന്നതെങ്കിൽ റിപ്പോർട്ടിംഗിൽ വരുമ്പോൾ അത് V2 ഫോമിലേക്ക് ആവും. V2 ആണെങ്കിൽ ഹാഡ് പ്ലസ് V3യിലേക്ക് അത് മാറ്റി എഴുതണം. V3 ഫോമാണ്, അത് വെർബിന്റെ തേർഡ് ഫോമിലാണ് ഡയറക്റ്റ് സ്പീച്ചിൽ കിടക്കുന്നതെങ്കിൽ റിപ്പോർട്ടിംഗിൽ വരുമ്പോഴത്തേക്കും അതിനെ എന്തായിട്ട് മാറ്റണം? ഹാഡ് പ്ലസ് എന്ന് ആക്കിയിട്ട് അത് തന്നെ കൊടുക്കണം. ഇനി റിപ്പോർട്ടിംഗിലേക്ക് വരുന്നതിന് മുമ്പ് ഡയറക്റ്റ് സ്പീച്ചിൽ ഈസ് എന്നോ ആം എന്നോ ആർ എന്നോ വല്ലതും കാണുവാണെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചേർക്കണം മക്കളെ? വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് ing വരുന്ന വാക്ക് അങ്ങനെ തന്നെ എഴുതി കൊടുക്കാം. വാസ് ആൻഡ് വെയർ ആണ് ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്നതെങ്കിൽ റിപ്പോർട്ടഡ് വരുമ്പോഴത്തേക്കും അത് ഹാഡ് ബീൻ പ്ലസ് ing ആയിട്ട് മാറിയില്ലേ? വിൽ ആണെങ്കിൽ അത് വുഡ് ആയിട്ട് മാറും. ഷാൽ ആണെങ്കിൽ ഷുഡ് ആയിട്ട് മാറും. ക്യാൻ ആണെങ്കിൽ കുഡ് ആയിട്ട് മാറും. ഹിയർ ആണെങ്കിൽ ദയർ എന്നാവും. ദാറ്റ് ആണെങ്കിലും ദയർ എന്ന് വരും. ഇനി ഐ അല്ലെങ്കിൽ ഐ എന്ന് വരാണ്. ഐ ആം എന്നൊക്കെയാണ്. ഐ ആം സ്റ്റേയിങ് ഇൻ എവിടെയെങ്കിലും ആണെന്ന് വിചാരിക്കാം. ഐ ആം എന്നൊക്കെ വരുവാണെങ്കിൽ ഐ എന്നുള്ളത് റിപ്പോർട്ടറിൽ വരുമ്പം ഹി അല്ലെങ്കിൽ ഷീ എന്ന് മാറും. ഹി ഈസ് സ്റ്റേയിങ് ഇൻ അല്ലെങ്കിൽ ഹി വാസ് സ്റ്റേയിങ് ഇൻ ദാറ്റ് ബ്ലോക്ക് എന്ന് നമ്മൾ പറയില്ലേ? അപ്പൊ അങ്ങനെ തിരിച്ച് എഴുതുക. ഈ സൈഡിൽ കിടക്കുന്ന എല്ലാം റിപ്പോർട്ടിംഗിലേക്ക് മാറ്റേണ്ടതാണ്. ഇനി വി എന്നുള്ളത് ദേ ആയിട്ട് മാറും. റിപ്പോർട്ടഡിലേക്ക് വരുമ്പോൾ വി എന്നുള്ളത് ദേ ആയിട്ട് മാറും. യു എന്നുള്ളത് ഹി ഷീ ദേ അല്ലെങ്കിൽ ഐ ഉണ്ടെങ്കിൽ ഐയും ചില സമയങ്ങളിലൊക്കെ വരാറുണ്ട്. ആൻഡ് വി എന്നുള്ളത് ദേ ആയിട്ട് മാറും. ആർ എന്നുള്ളത് ദയർ അല്ലെങ്കിൽ അവരുടേത് എന്ന് മാറും, അല്ലെ? നമ്മുടേത് എന്നുള്ളത് റിപ്പോർട്ടഡിലേക്ക് വരുമ്പോൾ അവരുടേത് എന്ന് മാറും. എന്റേതെന്നുള്ളത് അവളുടെ അല്ലെങ്കിൽ അവന്റെ എന്നാകും. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ, അല്ലെ? ദാറ്റ് ഡേ എന്നാവും. ടുമോറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ എന്നാവും. യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ എന്ന് വരും. നൗ എന്നുള്ളത് ദെൻ എന്നാവും. ഇനി നമുക്ക് ആൻസറിലേക്ക് ഒന്ന് പോയാലോ? നോക്കിക്കേ. ഇതിനകത്ത് സ്പീക്കറിനെ നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ അങ്ങനെ തന്നെ എടുത്തെഴുതി. എ.ജെ. ക്രോണിൻ. ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ആരെയാ? സ്പീക്കറിനെയാണ്. എ.ജെ. ക്രോണിൻ എടുത്ത് എഴുതി. ആസ്ഡ് ചോദിച്ചു. എന്താണ്? റിപ്പോർട്ടിംഗ് വേർബ് ആണ്. അപ്പൊ ആസ്ഡ് എന്ന് ചോദിച്ചു. ദാറ്റ് എന്ന് ചേർത്താലും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആസ്ഡ് ദാറ്റ് വാട്ട് ഹി വാസ് ഡൂയിങ് ഇൻ ന്യൂയോർക്ക്. അവൻ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? വാട്ട് എന്നുള്ളത് അങ്ങനെ തന്നെ താഴേക്ക് എടുത്തെഴുതി. ആറ് വന്നു കഴിഞ്ഞാൽ ആർ യു എന്നുള്ളതിന് പകരം യു എന്നുള്ളത് ഹി ആയിട്ട് മാറി. ഹി വാസ് ഡൂയിങ് ഇൻ ന്യൂയോർക്ക് എന്നായി. എന്ത് ചെയ്യുകയായിരുന്നു അവിടെ? അല്ലെങ്കിൽ വാട്ട് ഹി വാസ് ഡൂയിങ് ഇൻ ന്യൂയോർക്ക് എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായി? അതൊരു റിപ്പോർട്ടഡ് സ്പീച്ച് ആയി. സെക്കൻഡ് സെന്റൻസ് നോക്കാം. ജോൺ, ഐ വാസ് ബിസി ഇൻ ദ റീഹാബിലിറ്റേഷൻ ക്യാമ്പ് എന്നായില്ലേ? റീഹാബിലിറ്റേഷൻ ക്യാമ്പില് ഞാൻ ബിസി ആയിരുന്നു. ജോൺ റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ. വാസ് വന്നു കഴിഞ്ഞാൽ എന്ത് വരും മക്കളെ? ഹാഡ് ബീൻ എന്ന് വരും, അല്ലെ? നമ്മുടെ റൂൾ അനുസരിച്ച് എന്ത് വരും?
ഹാഡ് ബീൻ എന്ന് വരും, അതുകൊണ്ട് അങ്ങനെ മാറി. ഇവിടെ സ്പീക്കർ വന്നു, റിപ്പോർട്ടിംഗ് വെർബ് വന്നു, ദാറ്റ് എന്ന കണക്ടിംഗ് വേർഡ് വന്നു, ഐ എന്നുള്ളത് ഇവിടെ ഹി ആയിട്ട് മാറി, വാസ് എന്നുള്ളത് ഹാഡ് ബീൻ, ബിസി V3 ഫോം അല്ലെ, ഹാഡ് ബീൻ പ്ലസ് ING എന്താണോ വെർബ് വരുന്നത് അത് അങ്ങനെ തന്നെ എഴുതുക. അപ്പൊ ഹാഡ് ബീൻ പ്ലസ് ബിസി, റിമൈനിങ് പോർഷൻ ജസ്റ്റ് താഴേക്ക് എടുത്ത് എഴുതി. ഇത്രയേ ഉള്ളൂ റിപ്പോർട്ടിംഗ് സ്പീച്ച് കേട്ടോ. അപ്പൊ എന്താണ് റിപ്പോർട്ടിംഗ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു കാര്യം മറ്റൊരു വ്യക്തിയോട് പറയുമ്പോൾ അതൊരു പാസ്റ്റ് ടെൻസ് ആയിട്ട് വരും, അല്ലെങ്കിൽ പറഞ്ഞതുപോലെ തോന്നണം. ഇപ്പൊ എന്താണ് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഇമേജിൽ കാണുന്നില്ലേ, നോക്കിക്കേ, ഐ വിൽ കോൾ യു ടുമോറോ എന്നാണ് എക്സാമ്പിൾ കിടക്കുന്നത്. നോക്കിയേ, ഹി സെഡ് ദാറ്റ് ഹി വുഡ് കോൾ മീ ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസത്തേക്ക് ഓരോ വാക്കിനും ചേഞ്ച് വരും. ഫ്രൈഡേ നൈറ്റ് ഉള്ളത് ദ ഫോളോയിങ് നൈറ്റ് എന്ന് മാറി വരും. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോ സെറ്റായി. റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അനദർ ഇമ്പോർട്ടന്റ് തിങ് ഏതാന്ന് ചോദിച്ചാൽ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എഡിറ്റിംഗ് ക്വസ്റ്റ്യന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നിങ്ങൾക്ക് സംശയമുണ്ട്. രണ്ട് തരത്തിൽ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ വരാം. എഡിറ്റിംഗ് ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്ന് ഐ വിൽ ഷോ യു, ഞാൻ കാണിക്കാൻ പേപ്പറെ. ഓക്കെ, ഇതൊരു എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താ എബൌട്ട്, ടു, ദ, ആൻഡ് എന്നൊക്കെയുള്ള പ്രപ്പോസിഷൻസോ ആർട്ടിക്കിൾസോ ഒക്കെ വെച്ചിട്ട് ഫിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരും. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ അറിയാം. എവിടെയാണ് എന്നുള്ളത് സൗണ്ട് വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ആർട്ടിക്കിൾ വരേണ്ടത്, എന്നുള്ള ആർട്ടിക്കിൾ എവിടെ വരേണ്ടത്, ദ എന്നുള്ള ആർട്ടിക്കിൾ എവിടെയാ വരേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ പൊസിഷൻ, പ്രിപ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സാധനം ഇരിക്കുന്നതിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കും. ഇതിന്റെ ആൻസർ ഒന്ന് നോക്കിക്കേ, ഇതാ ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്. ഈ ക്വസ്റ്റ്യൻ ഇതുപോലത്തെ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് വരും. ഇതിന്റെ കൂടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ക്യാപിറ്റൽ ലെറ്ററൊക്കെ സ്മോൾ ലെറ്ററിൽ കൊടുത്തിട്ടും ചിലപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ സാധനം. ഇനി ഭയങ്കര വലിയൊരു സാധനമുണ്ട്, പക്ഷെ അതിന് മാർക്കുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കുള്ളതാണ് കേട്ടോ. ഇത് നോക്കിയേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇതിനകത്ത് നിന്ന് ഒരു 5-6 ഇങ്ങനെ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് എന്തായിരിക്കും അവിടെ ഫില്ല് ചെയ്യേണ്ടത് ഞാനത് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാ. എന്നാലും നമ്മൾ പിന്നെ പറയാം എന്തായിരിക്കും, എന്തൊക്കെയായിരിക്കും അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ നോർമലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ടാഗിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഇത്രയും ഓർത്താൽ മതി. ഒരു കോമയും ഒരു ക്വസ്റ്റ്യൻ മാർക്കും വന്നു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. ഒരു കോമയും ഒരു ക്വസ്റ്റ്യൻ മാർക്കും വന്നാൽ അത് എന്തായിരിക്കും മക്കളെ? ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മിസ്സേ? ക്വസ്റ്റ്യൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാല് നമ്മളോടൊരു ചോദ്യം ഉണ്ടാക്കാൻ പറയും. അപ്പൊ ഒരു ചോദ്യമാണെന്ന് എങ്ങനെ അറിയും? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിടക്കുന്ന കണ്ടാൽ നമുക്ക് എന്തായാലും മനസ്സിലാവും അതൊരു ചോദ്യമാണെന്ന്. അപ്പൊ ആ ചോദ്യം കണ്ടുപിടിക്കാൻ ആൻസറിലേക്ക് നോക്കണം. ആൻസർ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ചോദ്യം വേണം നമ്മൾ അവിടെ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇഫ് ക്ലോസ് വരുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. ഇഫ് ക്ലോസിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതും നമ്മൾ കാണും. ചില കാര്യങ്ങൾ വന്നാൽ ഇന്നതെ ആഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. ഇനി WH ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ആഡ് ചെയ്യാൻ ചോദിക്കും. അതായത് വാട്ട് അല്ലെങ്കിൽ വെയർ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് ഇങ്ങനെ കണ്ടുപിടിക്കും. വാട്ട് അല്ലെങ്കിൽ വെയർ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിന് യെസ് എന്നോ നോ എന്നോ ആയിട്ടിരിക്കില്ല ഉത്തരം വരുന്നത്. എന്താ ഇപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഓക്കെ ആൻസർ നോക്കാം. ആൻസറിൽ യെസ് ഓർ നോ ഉണ്ടെങ്കിൽ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അതിന്റെ മുകളിൽ വരേണ്ടത് അല്ലെ. ആ മിസ്സിംഗ് പോർഷനിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് വരേണ്ടത്. ഇനി യെസ് നോയും ഒന്നും ഇല്ലാതെ ഒരു ആൻസർ കൊടുക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? WH ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി നോർമൽ കോൺവെർസേഷൻ, കോണ്ടെക്സ്റ്റ്. ഇപ്പൊ നമ്മുടെ അഡ്വഞ്ചറിന്റെ ബെറിയൻ ട്രീ ഇപ്പൊ നമ്മുടെ ഓണം പോർഷൻ എന്ന ഒരു ഭാഗം വരിക വിചാരിച്ചു എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട്. അതിന്റെ കഥ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ആ കോണ്ടെക്സ്റ്റില് ഏറ്റവും ആപ്റ്റ് ആയിട്ട് അവര് സംസാരിക്കാൻ എന്തായിരിക്കും സാധ്യത ഉള്ളത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും ബാക്കി കോൺവെർസേഷന്റെ അകത്ത് എന്തായിരിക്കും സംസാരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനമാക്കുന്നത്. ഇനി വുഡ് യു മൈൻഡ് എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ വുഡ് യു മൈൻഡ് ക്ലോസിംഗ് ദ ഡോർ, ഡോർ ഒന്ന് അടയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ്. വുഡ് യു മൈൻഡ് വന്നാൽ എന്താ ആഡ് ചെയ്യണം? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. ഇത് നോക്കിക്കേ, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ അഡിഷി ആൻഡ് ഹർ റൂംമേറ്റ്. 4 മാർക്കിന് വന്ന ഒരു ചോദ്യമായിരുന്നു. യു ആർ ഫ്രം നൈജീരിയ അല്ലെ. എന്താ ഇങ്ങനെ ചിലപ്പോൾ ഫോറിൻ പാസേജസും ചിലപ്പോൾ വരാൻ, നിങ്ങൾ പഠിച്ചതും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ എന്താ യു ആർ ഫ്രം നൈജീരിയ ABCD തന്നിട്ടുണ്ട്. അഡിഷി എന്ന് പറഞ്ഞു, യെസ് എന്ന് പറഞ്ഞു. അപ്പൊ യു ആർ ഫ്രം നൈജീരിയ എന്നുള്ളിടത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെന്താ? ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഒരു കോമ ഉണ്ടെന്ന് വിചാരിക്കാം. കോമയും ക്വസ്റ്റ്യൻ മാർക്കും ആണെങ്കിൽ അവിടെ എന്തായിരിക്കും മക്കളെ വരുന്നേ? എന്തായിരിക്കും വരുന്നേ? ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ വരുന്നേ. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് നോക്കുമ്പോൾ വേറെ 2 കാര്യങ്ങളോട് ശ്രദ്ധിക്കണം.
പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ നോക്കാം. ഇതാ കോൺവെർസേഷൻ കംപ്ലീഷൻ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് വാട്ട് ഇസ് എ ക്വസ്റ്റ്യൻ ടാഗ്? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ നോക്കാം, കോമ ഉണ്ടോ എന്ന് നോക്കാം, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ എന്ന് നോക്കാം, കോമ ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ ചെയ്യേണ്ട കാര്യം ഓക്സിലറി വെർബ് ഐഡന്റിഫൈ ചെയ്യണം. ഏതാണ് ആ ഒരു സെന്റൻസിലെ ഓക്സിലറി വെർബ്? അപ്പൊ ഈ ഓക്സിലറി വെർബ് എന്താണെന്ന് അറിയണ്ടേ? ഓക്സിലറി വെർബ് എന്താണെന്ന് അറിയണമെങ്കിൽ ഇതാ ഇങ്ങോട്ട് നോക്കിക്കോ. ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാഡ്, ഹാവ് എന്നൊക്കെയുള്ളതും ഹാസ് എന്നൊക്കെയുള്ളത് എന്താ? ഈ കിടക്കുന്നത് മുഴുവനും എന്താ മക്കളെ? ഓക്സിലറി വെർബ് ആണ്. അപ്പൊ ഒരു സെന്റൻസ് തന്നാൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ആണ് എഴുതേണ്ടതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ സെന്റൻസിലെ ഓക്സിലറി വെർബ് ഏതാണെന്ന് നോക്കാം. വിൽ, ഷാൽ, ഷുഡ്, വുഡ് വരാം, ക്യാൻ, കുഡ് വരാം, മേ ആണെങ്കിൽ മെയും മൈറ്റും വരാം, ബി, ബീങ്, ഇങ്ങനെ തന്നെ പഠിച്ചു പോവാട്ടോ, എളുപ്പമുണ്ടാവും പഠിക്കാൻ. ബി, ബീൻ ആൻഡ് ബീങ്, ഗോയിങ് ടു, ബി, ഏബിൾ ടു, ഹാർഡ്, ബെറ്റർ, ഇങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ ഇതെല്ലാം എന്താണ്? ഓക്സിലറി വെർബ് ആണ്. ഓക്കെ, ഓക്സിലറി വെർബ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ ടാഗ് ആണെങ്കിൽ മനസ്സിൽ കാണുക ഓക്സിലറി വെർബ് പ്ലസ് അതിന്റെ കൂടെയുള്ള സാധനമാണ് നമ്മൾ എന്താക്കേണ്ടത്? ക്വസ്റ്റ്യൻ ടാഗ് ആക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും? ഇതേ നിയമം അനുസരിച്ച് ഓക്സിലറി വെർബിനെ കണ്ടു, പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് സെന്റൻസ് എന്ന് നോക്കണം. അതിനുശേഷം നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം? ക്വസ്റ്റ്യൻ ടാഗ് ഇട്ട് കൊടുക്കാം. ഇനി ക്വസ്റ്റ്യൻ ഫോർമേഷൻ വരുന്നുണ്ട്. WH ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നോക്കാം, കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഐ ആം, ഇപ്പൊ ഈ പറഞ്ഞ ഓക്സിലറി വെർബ് അല്ലാതെ ഇനി ക്വസ്റ്റ്യന്റെ അകത്ത് ഐ ആം എന്നൊക്കെയാണ് കാണുന്നതെങ്കിൽ ആമിന്റ് ഐ എന്ന് നമ്മൾ കൊടുക്കോ മക്കളെ? ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കോ? ആമിന്റ് ഐ എന്ന് കൊടുത്താൽ തെറ്റിപ്പോകും. ആമിന്റ് ഐ എന്ന് കൊടുക്കാൻ പാടില്ല. അതിന് ആറിന്റ് ഐ എന്ന് കൊടുക്കണം. ഓക്കെ, സ്പെഷ്യൽ കേസ് ആണ്. അതിന് ആറിന്റ് ഐ എന്ന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഐ ആം എന്നാണ് കാണുന്നതെങ്കിൽ ഐ ആം എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് കാണുക. അപ്പം അതിന് എന്ത് ചോദിക്കണം നമ്മള്? ആമിന്റ് ഐ എന്ന് ചോദിക്കില്ല, തെറ്റാണ്. ആറിന്റ് ഐ എന്ന് ചോദിക്കണം. ഇനി വില്ലാണ് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിൽ വില്ലാണ്. എനിക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യണമെങ്കിൽ അത് എന്തായിട്ട് മാറും? വോണ്ട് എന്നായിട്ട് മാറും. വിൽ യു എന്ന് കാണുവാണെന്ന് വിചാരിക്കും. വിൽ യു എന്നുള്ളതാണ്. അപ്പൊ എന്താണ്? അത് വോണ്ട് യു എന്നായിട്ട് മാറുന്നു. ഇനി ഷീ സാങ് വെൽ. അപ്പൊ ഷീ സാങ് വെല്ലില് വെർബ് ഫോംസ് ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, സിങ്സ്, ഡു പ്ലസ് സിങ് ആണെങ്കിൽ സാങ് എന്നുള്ളത് ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. ഇതെങ്ങനെയാണ് വെർബ് ഫോംസ് വരുന്നത് എന്നൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കാം. സിങ് എന്നുള്ളത് ഡു പ്ലസ് സിങ് ആണ്, അതായത് പാടിക്കൊണ്ടിരിക്കുന്നു. സാങ് എന്ന് പറഞ്ഞാൽ പാടിക്കഴിഞ്ഞു, പാടിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ആ 3 വെർബൽ ഫോംസിനെ തന്നേ ഉള്ളൂ. ഇനി ഇംപെരറ്റീവ് സെന്റൻസ്. ഇംപെരറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ്, നമ്മളൊന്ന് യാചിക്കുന്നു അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്നു എന്ന് പറയൂ അല്ലെ. കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഇരിക്ക്, നിക്ക്, പോഗ് എന്നൊക്കെ പറയുന്നത് എന്താണ്? കമാൻഡ് ആണ്. റിക്വസ്റ്റ്, ഒന്ന് എഴുന്നേക്കാമോ എന്ന് ചോദിക്കുന്നത് എന്താ? റിക്വസ്റ്റ് ആണ്. യു സ്റ്റാൻഡ് അപ്പ് എന്ന് പറയുന്നത് എന്താണ്? കമാൻഡ് ആണ്. വിൽ യു എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി മാറി? റിക്വസ്റ്റ് ആയി മാറി. ലെറ്റസ് എന്നുള്ളതിന് പകരം ഷാൽ വരും. ഓക്കെ, അപ്പൊ യു സ്റ്റാൻഡ് അപ്പ് എന്ന് പറയുന്നത് ഒരു കമാൻഡ് ആണ്. അതിനകത്ത് എന്ത് വരും? ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുവാണെങ്കിൽ നമ്മൾ വിൽ യു എന്ന് കൊടുത്തിട്ടുണ്ടാവണം. ക്ലിയർ ആയോ മക്കളെ? യു സ്റ്റാൻഡ് അപ്പ്, ദാറ്റ് വിൽ ബി എന്തായിരിക്കും? വിൽ യു എന്നായിരിക്കും. ലെറ്റസ് എന്നുള്ളതിന് ഷാൽ എന്നായിരിക്കും കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ജുഹി ഈസ് ഫ്രം മുംബൈ എന്നൊരു സെന്റൻസ്. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ്, ഇതെല്ലാം ക്വസ്റ്റ്യൻ ടാഗിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ട് മൊത്തം ഒന്ന് എഴുതി നോക്കാം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് ഒന്ന് എഴുതി നോക്കാം. അപ്പൊ ജുഹി ഈസ് ഫ്രം മുംബൈ ആണെങ്കിൽ എന്തായിരിക്കും അവിടെ വരുന്നത്? ഇതിനകത്ത് ഓക്സിലറി വെർബ് ഏതാണ്? ഓക്സിലറി ഏതാന്ന് കണ്ടുപിടിച്ചോ. ഈസ് അല്ലേ ഓക്സിലറി വരുന്നേ? ഈസ് അല്ലേ ഓക്സിലറി വരുന്നേ? അപ്പൊ എന്തായിരിക്കും ഉത്തരം? പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഈസ് ഷീ അല്ലേ? ജുഹി എന്ന് പറയുന്നത് ഒരു ഗേൾ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. എന്നിട്ട് പറയുകയാണ് എന്ത്? ഈസ്. കാര്യം ഈസ് എന്ന് വരാൻ കാരണം എന്താ? ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് ഈസിന്റെ കൂടെ നമ്മൾ ഒരു നോട്ടും കൂടെ ചേർത്തിട്ട് ഈസ് പ്ലസ് നോട്ട് പ്ലസ് എന്താണ്? ഷീ എന്ന് കൊടുത്തു. ഷീ ഈസ് എ പ്രൊനൗൺ അല്ലെ? പ്രൊനൗൺ ആണ്. അപ്പൊ എന്താ? ഈസ് ഷീ എന്നായി. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൂടെ കൊടുക്കണം, മറന്നു പോകരുത്. അപ്പൊ അതെന്തായി? ക്വസ്റ്റ്യൻ ടാഗ് ആയി. വി ആർ ലേറ്റ് ഫോർ ദ മൂവേഴ്സ്. എന്താണ് അവിടെ? ആർ ഉണ്ട്, ലേറ്റ് ഉണ്ട്, വി ഉണ്ട്, ആറും ഉണ്ട് അല്ലെ. ആറിൻ എന്താ വരുക? ആറിൻ വി എന്ന് വരില്ലേ? കറക്റ്റ് ആണ്. ആറിൻ വി എന്ന് വരുന്നു. അപ്പൊ അങ്ങനെ വരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനകത്ത് എന്തെങ്കിലും ഡിഫറൻസ് വരുന്നത്? ഐ ആം അഫ്രൈഡ് ടിം ഇസ് വെരി സിക്ക്. ഐ ആം അഫ്രൈഡ് ടിം ഇസ് വെരി സിക്ക്. ഇതിന്റെ ആൻസേഴ്സും കൂടെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നോക്കിക്കേ. ഇതിനകത്ത് ഈസ് ആൻഡ് ഹി വന്നു. ഇത് കണ്ടോ? വിൽ ഷീ വന്ന സെന്റൻസ് സ്പെഷ്യൽ കേസ് ആണ്. കണ്ടോ? വിൽ ഷീ വന്നത് സ്പെഷ്യൽ കേസ് ആണ്. ആൻസേഴ്സും കൂടെ വെച്ചിട്ട് എല്ലാം മോഡലും ഒന്ന് പഠിച്ച്
വെച്ചേക്കാം. ക്ലിയർ? അപ്പൊ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ടാഗുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി അതിനകത്ത് വന്ന് ഇഫ് ക്ലോസ് വരികയാണെങ്കിൽ V1 ഫോമില് വെർബൽ ഫോം V1 ആണെങ്കിൽ അതില് വിൽ പ്ലസ് V1 ആയിരിക്കും എന്തിൽ വരിക? കോൺവെർസേഷൻ കംപ്ലീഷനിൽ V1 ഫോമിൽ കിടക്കുന്ന വെർബ് ഫസ്റ്റ് ഫോമിൽ കിടക്കുന്നെങ്കിൽ അത് എന്ത് ചെയ്യും? വിൽ പ്ലസ് V1 ആവും. V2 ഫോമിൽ കിടന്നാൽ അത് വുഡ് പ്ലസ് V1 ആവും. ഞാൻ മുമ്പേ സിംഗിന്റെ കാണിച്ചിട്ടുണ്ടായില്ലേ? സിംഗ് എന്നുള്ളത് കാണിച്ചില്ലേ? അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഹാർഡ് പ്ലസ് V3 ആണ് സെന്റൻസ് എങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3 കൊടുക്കണം. ഇഫ് ക്ലോസസ് കംപ്ലീഷൻ വരാൻ സാധ്യതയുണ്ട്. ഇത്രയും വരെ തരും. ഇഫ് യു സ്റ്റഡി ഹാർഡ്, ഇഫ് യു വർക്ക് ഹാർഡ് എന്നൊക്കെ പറഞ്ഞു തരും. ആൻഡ് യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ് എന്നുള്ളത് നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതി പോകുന്നതാണ്. അതിന്റെ ഒരു നിയമം ഞാൻ കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾ സിമ്പിൾ ആയിട്ട് എഴുതുന്ന പോലെ തന്നെ ഇത് എഴുതിയാൽ മതി കേട്ടോ, കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഓക്കെ, അപ്പൊ ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. എന്നിട്ട് ഇനി ഇതൊന്ന് നോക്കിക്കേ, ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന്. എന്തായിരിക്കും എയുടെ അവിടെ വരിക? എ എന്ന് പറയുന്നത് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ടാഗ്. ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണ് എന്ന് എനിക്ക് മനസ്സിലായി. രണ്ടാമത്തേത് ഒരു സെന്റൻസ്, കോമ മാത്രമേ ഉള്ളൂ, കുത്തുണ്ട്. അപ്പൊ ഇതെന്താ? ഇതെന്തോ ഒരു സെന്റൻസ് ആണ്. അപ്പൊ എന്തെങ്കിലും സെന്റൻസ് ആവട്ടെ. ഇത് എന്ത് സെന്റൻസ് ആവണമെന്ന് അറിയാൻ വേണ്ടി ടെൽ മീ അബൌട്ട് ദ ഫൈറ്റ് അല്ലെ, ടെൽ മീ ഇഫ് യു വാണ്ട് അതെന്താ? സെന്റൻസിന്റെ മുന്നിൽ ഇഫ് കണ്ടു, അപ്പൊ അതൊരു ഇഫ് ക്ലോസ് അല്ലേടാ? ഇഫ് ക്ലോസ് അല്ലേ? ഇഫ് ക്ലോസ് ആണ്. അപ്പൊ അത് ഇഫ് ക്ലോസ് ആണ്. അതെങ്ങനെയായിരിക്കും നമ്മൾ ഫിൽ ചെയ്യാൻ പോകുന്നത്? ടെൽ മീ അബൌട്ട് ദ ഫൈറ്റ്. പിന്നെ നോക്കിയപ്പോ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഇതെന്താ? ഒരു ക്വസ്റ്റ്യൻ ഫോർമേഷൻ ആണ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൊടുക്കണം. The mongoose won the fight. I think you want him to be the winner. എന്താണ് താഴെ വരുമ്പോഴത്തേക്കും അവിടെ എന്താ? ക്വസ്റ്റ്യൻ ടാഗ്. വീണ്ടും ഒരു കോമയും, ഇത് ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ? കോമയും ക്വസ്റ്റ്യൻ മാർക്കും വന്നു. എന്തായിരിക്കും അവിടുത്തെ ആൻസർ എന്ന് കണ്ടുപിടിക്കാം. Grandpa, of course he is good to keep snakes away. Then we had better. നോക്കിക്കേ, we had better വരുമ്പോൾ ആൻസറിലേക്ക് നോക്കണം. അവിടെ എന്താ വന്നിരിക്കുന്നത്? No need to tame him. അപ്പൊ ഇവിടെ എന്തായിരിക്കും? We had better tame him എന്ന് വരും. മനസ്സിലായോ? മോളത്തെ ഫസ്റ്റ് എന്താണ് ആൻസേഴ്സ് നോക്കിക്കേ. ഫസ്റ്റ് വൺ ആർ ഇൻറ്റു യു. എങ്ങനെ വന്നേ? ഇവിടെ വേർ ആർ യു എന്നാണ്. അപ്പൊ ആറും ഉണ്ട് യു ഉണ്ട്. അത് പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, എങ്ങനെയാണ് നെഗറ്റീവ് സെന്റൻസിനെ കണ്ടുപിടിക്കുന്നത്? നോട്ട് എന്നോ നീദർ എന്നോ അങ്ങനത്തെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ളത്, നോട്ട് എന്നോ നീദർ എന്നോ നോ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? നെഗറ്റീവ് സെന്റൻസസ് ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ആ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഐ വിൽ ടെൽ യു അബൌട്ട് ദ ഫൈറ്റ്. അതൊരു ചുമ്മാ ഒരു സെന്റൻസ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇഫ് യു വാണ്ട് എന്താണ്? ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസ് ആണെങ്കിൽ എന്താണ് ബാക്കി സ്റ്റേറ്റ്മെന്റ്സ്? അപ്പൊ ആൻസർ നോക്കണം. എന്തായിരിക്കും? ടെൽ മീ അബൌട്ട് ദ ഫൈറ്റ് എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. ആരുടെ അടുത്തുനിന്ന്? ഗ്രാൻഡ്പയുടെ അടുത്തുനിന്ന്. അപ്പൊ അവൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇഫ് യു വാണ്ട് ഐ വിൽ ടെൽ യു അബൌട്ട് ദി ഫൈറ്റ്. ഞാൻ അതിനെ പറ്റി പറയാം. അപ്പൊ എന്താ? ടെൽ മീ അബൌട്ട് ദ ഫൈറ്റ് ദെൻ അല്ലെ? പിന്നെ എന്താ? ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്തായിരിക്കും? ദി മംഗൂസ് വൺ ദ ഫൈറ്റ് എന്ന ആൻസർ വരുന്നത്. അപ്പൊ എന്തായിരിക്കും ക്വസ്റ്റ്യൻ? ടെൽ മീ അബൌട്ട് ദ ഫൈറ്റ് ഹു ഹാസ് വൺ ദി ഫൈറ്റ് എന്നായിരിക്കും അല്ലെ? ആരാണ് ജയിച്ചത് എന്നല്ലേ ക്വസ്റ്റ്യൻ വരുന്നത്. അവിടെ ക്വസ്റ്റ്യൻ ഫോർമേഷൻ ആയല്ലോ. അടുത്ത് നോക്കിക്കേ. The mongoose won the fight. I think you want him to be the winner. അപ്പൊ അവിടെ എന്തായിരിക്കും മക്കളെ വരുന്നേ? Don't you എന്ന് വരും അല്ലെ? Don't you, do you want to win the അല്ലെ? You want him to win, want him. നിനക്ക് വേണം എന്നായിരുന്നു, അവൻ ജയിക്കണം തന്നെ അല്ലായിരുന്നോ? സോ എന്താണ്? Don't you എന്ന് ചോദിച്ചു. കഴിഞ്ഞില്ലേ? We had better എന്ന് പറഞ്ഞ എന്താ? We had better, no need to tame him. അപ്പൊ അതിനോട് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്ന ഒരു ചോദ്യം ചോദിക്കണ്ടേ? അപ്പൊ എന്താ? Then we had better, നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ഡൊമസ്റ്റിക്കേറ്റ് ചെയ്താലോ, വളർത്തിയാലോ എന്നല്ല ചോദിക്കുന്നേ. Then we had better tame him എന്ന് ചോദിക്കാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കോൺവെർസേഷൻ കംപ്ലീഷൻ വരുമ്പോൾ. അപ്പൊ ആ ലോസ് ഒന്ന് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് വരുന്നത്? ഇഫ് ക്ലോസ് വന്നാൽ എന്തായിരിക്കും റൂൾസ്? പിന്നെ റിപ്പോർട്ടിംഗ് സ്പീച്ചിന്റെ കുറെ റൂൾസ് നമ്മൾ പഠിച്ചു, അത് പഠിക്കണം. ഫ്രേസൽ വെർബ്സും കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഗ്രാമർ പോർഷൻസ് കംപ്ലീറ്റ് ആവും. ഇനി നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞിട്ടും വെർബൽ ഫ്രേസും കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ ചോദ്യ പേപ്പറിൽ കാണാൻ സാധ്യതയുണ്ട്. നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണിനോട്, വാട്ട് ഇസ് എ നൗൺ? നൗൺ എന്ന് പറഞ്ഞാൽ പ്ലേസ് അല്ലെങ്കിൽ ഒരാളുടെ പേര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി, അങ്ങനെ എന്തെങ്കിലും, അതിനെയെല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കും? നൗൺ എന്ന് വിളിക്കും. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ രണ്ട് സെൻസ്, അതായത് നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫ്രേസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നൗൺ ഫ്രേസ് എന്ന് വിളിക്കുന്നത്. മൈ ഗ്രീൻ ജിം സോക്സ് ആർ ഇൻ ദി ഹാമ്പർ. അവിടെ മൈ ഗ്രീൻ ജിം സോക്സ് അല്ലെ സബ്ജക്റ്റ് ആയിട്ട് വരുക. അതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വാക്കുകളെയും കൂടെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ അതിനെ നൗൺ ഫ്രേസ് എന്ന് വിളിക്കുന്നു. വിച്ച് ഫങ്ഷൻസ് ആസ് ലൈക്ക് എ നൗൺ അല്ലെ? ഫങ്ഷൻ ചെയ്യുന്നു, നൗൺ പോലെ ആക്ട് ചെയ്യുന്നതിനെ എന്ത് വിളിക്കുന്നു? നൗൺ ഫ്രേസ് എന്ന് വിളിക്കുന്നു. ഇനി രണ്ടാമത്തെ നോക്കി, ഇവിടെ കാറ്റ് ആണ് അതിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അവിടെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് ദ കാറ്റ് വിത്ത് ദ സ്ട്രൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ? കാറ്റ് വിത്ത് സ്ട്രൈപ്സ് എന്ന് പറഞ്ഞാൽ അതാണ് അവിടുത്തെ നൗൺ അല്ലെ? ആ കാറ്റ് വിത്ത് സ്ട്രൈപ്പ്. അപ്പൊ അതെന്തായിട്ട് മാറി? നൗൺ ഫ്രേസ് ആയിട്ട് മാറി. ഓക്കെ,
ഇനി നോക്കിക്കേ, ഇതിനകത്ത് ആദ്യത്തെ പോർഷനിൽ വരുന്നതെല്ലാം നൗൺ ഫ്രേസസ് ആണ്. ഇത് നിങ്ങൾക്ക് ഇതുപോലത്തെ സെന്റൻസസ് തന്നിട്ട് ചിലപ്പോൾ നൗൺ ഫ്രേസസ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുമായിരിക്കും. ഇതും കൂടെ നോക്കിക്കോ. അപ്പൊ ഒരു സെന്റൻസിൽ തന്നെ ആദ്യത്തേത് എന്തായിരിക്കും? സബ്ജക്റ്റ് ആയിരിക്കും. ഐ ഹാവ് എന്നുള്ളത് വേർബ് ആയിരിക്കും, ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്നു. ആർട്ടിക്കിൾസ് ആണ് the and എന്നുള്ളത്. അതെന്താ? ആർട്ടിക്കിൾസ് ആണ്. ആഡ്വർബ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ഷനോട് ഒന്നും കൂടി കൂട്ടിച്ചേർക്കുന്നതിനെയാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. ഇനി ഹൗസ് ആണ് ഇവിടുത്തെ നൗൺ അല്ലെ. എന്താണ് നൗൺ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ അതിനോട് ചേർന്നിരിക്കുന്ന ഫ്രേസ് ആയിരിക്കും എന്ന്, അതിനോട് തൊട്ടടുത്ത് വരുന്നതായിരിക്കും നൗൺ ഫ്രേസ് എന്ന് ഓർത്ത് വെക്കുക. ഇവിടുത്തെ നൗൺ ഹൗസ് അല്ലേ, അതുകൊണ്ടാണ് വെരി ഓൾഡ് ഹൗസ് എന്നുള്ളത് നൗൺ ഫ്രേസ് ആയിട്ട് മാറിയത്. ഇനി അവസാനത്തെ ഒരു സാധനം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വെർബ് ഫ്രേസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെർബ് ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസ് കിട്ടിയാൽ അതിലെ ആക്ഷൻ എന്താണെന്ന് നോക്കുക. അപ്പൊ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഓക്സിലറി വെർബ് പ്ലസ് മെയിൻ വെർബ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ്, മൈ മോം ഈസ് കുക്കിംഗ് മൈ ഫേവറേറ്റ് ഡിഷ്. എന്താണ്? മോം എനിക്ക് ഫേവറേറ്റ് ഡിഷ് കുക്ക് ചെയ്ത് തരാൻ പോവാ. അതാണ് അവിടുത്തെ മെയിൻ വെർബ് അല്ലെ. അതിനകത്ത് വേറെയുണ്ട് റൈറ്റിംഗ് ദിസ് പോസ്റ്റ്. പക്ഷെ മെയിൻ വെർബ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. മൈ മോം ഈസ് കുക്കിംഗ് എന്നുള്ളതാണ് എന്തായിട്ട് വന്നത്? വെർബ് ഫ്രേസ് ആയിട്ട് വന്നത്. നിങ്ങൾക്ക് കാണുന്നില്ലല്ലേ യെല്ലോ കളർ? കുക്കിംഗ് എന്നുള്ളതാണ് അവിടെ വെർബ് ആയിട്ട് വന്നത്. ഇനി നോക്കിയേ, ഹി ഹാസ് ബ്രോക്കൺ അപ്പ് വിത്ത് നിക്കി. ഹാസ് എന്നുള്ളത് ഒരു ഓക്സിലറി അല്ലേടാ. അപ്പൊ എന്ത് ചെയ്തു? ഹാസും ബ്രോക്കൺ എന്നുള്ളത് എന്താ? വെർബ് ആണ്. അപ്പൊ ഹാസ് ബ്രോക്കൺ എന്നുള്ളത് എന്തായിട്ട് മാറി? വെർബ് ഫ്രേസ് ആയിട്ട് മാറി. ഹാവ് ബീൻ വെയിറ്റിംഗ് എന്നുള്ളത് എന്താ? അതും വെർബ് ഫ്രേസ് ആണ്. വെയിറ്റിംഗ് എന്നുള്ളത് ഒരു ആക്ഷൻ ആണ്. ഹാവ് ബീനും കൂടെ അതിന്റെ കൂടെ ചേർന്ന് വരുമ്പോൾ മാത്രമേ എന്തായിട്ട് മാറുള്ളൂ? വെർബ് ഫ്രേസ് ആയിട്ട് മാറുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നതോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇതാ കുറച്ച് എക്സാമ്പിൾസും കൂടെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് പഠിച്ച് വെച്ചേക്കാം. ഓക്കെ, ഇനി സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഓൾമോസ്റ്റ് സെറ്റ് അല്ലേ? അപ്പൊ നാളെയാണ് നമ്മളുടെ പരീക്ഷ. നാളെയാണ്. നന്നായിട്ട് കിടന്നുറങ്ങുക, നോട്ട്സ് എല്ലാം വായിച്ച് പഠിക്കുക, ഒരു ചാപ്റ്ററും മിസ് ചെയ്യാനായിട്ട് പാടില്ല. നന്നായി പഠിച്ച് ഫുൾ മാർക്സ് സ്കോർ ചെയ്യുക. അപ്പോ നമ്മുടെ ഈ ക്ലാസ്സസ് ലിങ്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. വേർഡ് പിരമിഡ് ഒന്നും നിങ്ങളോട് അധികം ചോദിക്കാറില്ല. വേർഡ് പിരമിഡ് വന്നാലും നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, അതൊന്നും വരാറില്ല കേട്ടോ. യെസ്, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാം ഒക്കെ പൊളിച്ചടുക്കി നാളെ എക്സാമിന്റെ ഷീറ്റ് ലൈക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ് ടീച്ചേഴ്സ് അപ്പൊ തന്നെ അയച്ചു കൊടുക്കണം കേട്ടോ. വന്ന ഉടനെ അയച്ചു തരണം, എന്നാലും നമുക്ക് അറിയുള്ളൂ നമ്മൾ പഠിച്ചൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയണ്ടേ. സോ എല്ലാവരും അയച്ചു കൊടുക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ നാളത്തെ നമ്മുടെ ടീച്ചേഴ്സിനെ അടുത്ത് അറിയിക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്. ബൈ. Stay tuned to the 90+. Good night.